ഓൾറെഡി ഒരുപാട് പോഡ്കാസ്റ്റ് നമ്മൾ കാണാറുണ്ട്. അതിൽ മൂവി ബേസ്ഡ് ഉണ്ട്, അതേപോലെ എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ബിസിനസ് ബേസ്ഡ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി പോഡ്കാസ്റ്റ് നമ്മൾ കാണാറുണ്ട്. പിന്നെ അതിൽ പുതുതായിട്ട് എന്നല്ല, ഒരു വെറൈറ്റി ആയിട്ട് വന്നതാണ് ഫൗണ്ടേഴ്സ് പോഡ്കാസ്റ്റ്. അതായത് നമ്മളൊരു സ്ഥാപനം റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു പോഡ്കാസ്റ്റ് തുടങ്ങുക. അതായത് നമ്മളെ ഈ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെ കുറച്ച് വിഷൻസ് കാര്യങ്ങൾ അതും, അതേപോലെ നമ്മളെപ്പോലെ ഫൗണ്ടേഴ്സ്, അതായത് വേറൊരു സ്ഥാപനം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള നമ്മളെ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ നമ്മളെ വിഷനുമായിട്ട് ഇത്ര ആൾക്കാരായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിലാണ് ഫൗണ്ടേഴ്സ് പോഡ്കാസ്റ്റ് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനത് KSG ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ നിഖിൽ കമ്മത്ത്, അതായത് സെറോദൻ്റെ നിഖിൽ കമ്മത്ത്, അതേപോലെ അനന്തു സൈലത്തിൻ്റെ അനന്തു, അതേപോലെ ഒരുപാട് പേരുണ്ട്, ഫെലിക്സ് KPHൻ്റെ ഫെലിക്സ്, അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഫൗണ്ടേഴ്സ് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, എനിക്കറിയാവുന്ന കുറച്ച് പറഞ്ഞാണ്. അപ്പോൾ ആ രീതിയിൽ ആണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയുക, വലിയ ഗസ്റ്റിൻ അല്ലെങ്കിൽ വലിയ ഗസ്റ്റിനൊക്കെ ക്ഷണിക്കുന്നതിന് പകരം നമ്മൾ ഇന്നത്തെ കാലത്ത് ബിസിനസ്സിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരു പഴയ വലിയ ബിസിനസ്സുകാരനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തൊക്കെ, അല്ല ബിസിനസ് മാത്രമല്ലേ, ഞാൻ എന്താ പറയുക, നമ്മളെ ഒരു നോർമൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരാളെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ആൾക്ക് ഗുണങ്ങൾ, അതായത് ഒരാളെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അയാളെ ബിസിനസ്സിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, അങ്ങനെ ഏത് മേഖലയിലും നല്ല നിലയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അറിവുകൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ വലിയ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വിജയിച്ച ആൾക്കാരെ മാത്രം ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. കാര്യമില്ല എന്നല്ല, അതിലും ബെറ്ററായിട്ട് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ ഇന്നത്തെ കാലത്ത് സ്ട്രഗിൾ ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡിൽ നല്ല രീതിയിൽ അറിവുള്ള ആൾക്കാർക്കും പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാനിത് തുടങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഫസ്റ്റിലത്തെ പോഡ്കാസ്റ്റാണിത്. ഫസ്റ്റിലത്തെ ഗസ്റ്റാണ് അരുൺ യുഗ. അപ്പോൾ അരുൺ ഒരു മ്യൂസിക്കൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മ്യൂസിക്കൽ ബിസിനസ് എന്ന് പറയുമ്പോൾ എനിക്ക് പാട്ടുകാരെ ഇഷ്ടം എന്നല്ലാണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്താണ് ഈ മ്യൂസിക്കൽ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എൻ്റെ പേര് അരുൺ യുഗ ഡിജിറ്റൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ആദ്യത്തെ മ്യൂസിക് ബിസിനസ് കോച്ചാണ് ആക്ച്വലി. അപ്പോൾ ഈ മ്യൂസിക് ബിസിനസ് എന്നുള്ളൊരു വാക്ക് അധികം ആളുകൾ കേട്ടിട്ടുണ്ടാകില്ല ആക്ച്വലി. അപ്പം ബിസിനസ് കോച്ചുകൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യന്മാർക്ക് വേണ്ടിയാണ് ആക്ച്വലി. അപ്പോൾ ഒരു മ്യൂസീഷ്യന് പാട്ടുണ്ടാക്കാൻ അറിയാം, നല്ല രീതിയിൽ പാട്ടുണ്ടാക്കി ഔട്ടിറക്കാൻ അറിയാം. പക്ഷെ അതിന് ശേഷം ഇതിൻ്റെ വിപണന സാധ്യതകൾ എന്തൊക്കെയാണെന്നത് ഇപ്പം ആളുകൾക്ക് അറിയാവുന്നത്, ഇപ്പോൾ ഒരു പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മ്യൂസിക് വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക. യൂട്യൂബിൽ ചിലപ്പോൾ വരുമാനം കിട്ടാതിരിക്കാം. പക്ഷെ അതിനും അപ്പുറം സാധ്യതകളുണ്ട്. അപ്പോൾ അതിനും അപ്പുറം മ്യൂസിക്കിന് അപ്പോൾ അതിനുള്ള സാധ്യതകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടിയുള്ള സർവീസുകളും കൺസൾട്ടിങ്ങും കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം ആക്ച്വലി. അപ്പോൾ നമ്മുടെ ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കലാകാരന്മാരെ ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിലൂടെ അവർക്കൊരു വരുമാനം കണ്ടെത്തുകയും ഉന്നത നിലവാരത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ മ്യൂസീഷ്യന്മാർക്കുള്ളിൽ ഇവയെക്കുറിച്ചുള്ള ധാരണയില്ല, ഇവയെക്കുറിച്ച് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. മ്യൂസിക് ഡിസ്ട്രിബ്യൂഷനുണ്ട്, പബ്ലിഷിംഗ് ഉണ്ട്, അതുപോലെ കണ്ടൻറ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ കേൾക്കുന്നതാണ് ഈ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി. ഇപ്പോൾ ഈ ഇളയരാജയുടെ കേസുകളിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ അതിൻ്റെയൊക്കെ കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറേ ആളുകൾ ഇളയരാജനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന ആൾക്കാരെ കുറ്റം പറയുന്നു. അത് ശരിക്കും ഒരു മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടൊരു
അപബോധം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷരത ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരം കമൻറ്റുകൾ ഇടുന്നത്. അതിൽ മ്യൂസിഷ്യന്മാർ പോലും ഉണ്ടെന്നുള്ളതാണ് സത്യം. അതായത് ഇളയരാജനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റ് അതാണല്ലോ. അതാണ് കൂടുതൽ ആക്ച്വലി. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണ് ആക്ച്വലി. അപ്പോൾ എന്താണ് കോപ്പിറൈറ്റ്? അപ്പം ബേസിക്കലി ഞാനിങ്ങനെ കുറേ റെക്കോർഡ് ലേബിൾ കമ്പനികളും മറ്റു പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന സമയത്ത് പല ആളുകളും സംശയത്തിൻ്റെ പേരിൽ നമ്മളെ വിളിക്കാറുണ്ട് ആക്ച്വലി. അപ്പോൾ ഈ വിളിക്കുന്ന സമയങ്ങളിൽ അവരോട് 1 മണിക്കൂറും 2 മണിക്കൂറും ഇങ്ങനെ തുടരെ സംസാരിക്കേണ്ട വരുന്ന ഒരവസരം ഉണ്ടായി. അപ്പോഴാണ് മനസ്സിലായത് ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിൽ പല പ്രഗത്ഭരായിട്ടുള്ള മ്യൂസിഷ്യന്മാരെയും മറ്റു പല കമ്പനികളും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ട കോപ്പിറൈറ്റ്സുകൾ എന്താണെന്ന് അറിയാതെയും അവരുടെ കണ്ടന്റുകൾ അവരുടെ അനുമതി ഇല്ലാതെ മേടിക്കുകയും അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുകയും ഈ റൈറ്റർക്ക് അല്ലെങ്കിൽ ഈ ക്രിയേറ്റർക്ക് ഒരു തരത്തിലുള്ള വരുമാനം കൊടുക്കാതെയും അവരെ ചൂഷണം ചെയ്യുന്ന പല സാഹചര്യങ്ങളും പല അനുഭവങ്ങളും ആളുകൾ എന്നോട് പറയാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിലാണ് മനസ്സിലായത് ഇങ്ങനൊരു സമൂഹത്തിൽ ഇതിനൊരു ആവശ്യകതയുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ മ്യൂസിക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ടിയുള്ള കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി ആരും തന്നെ ഇല്ല, ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആരും തന്നെ ഇല്ലെന്ന് മനസ്സിലാക്കുകയും കേരളത്തിൽ ആദ്യത്തെ ഒരു മ്യൂസിക് ബിസിനസ് കോച്ചായിട്ട് മാറുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ യുഗ ഡിജിറ്റൽ എന്ന എൻ്റെ സ്ഥാപനം ഇത്തരം മ്യൂസിഷ്യന്മാർക്ക് വേണ്ടിയുള്ള സർവീസുകളാണ് കൊടുക്കുന്നത്. അത് സർവീസുകൾ കൺസൾട്ടിങ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പലതരത്തിൽ വരുമാനം കണ്ടെത്താൻ പറ്റും. ആ വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ടെക്നിക്കലായിട്ടുള്ള അതിൻ്റെ ഡിജിറ്റൽ സപ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പലരും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകാറില്ല. മിക്ക ഒന്നെങ്കിൽ സ്റ്റാർട്ടപ്പ് ഓണേഴ്സിൻ്റെ ഒക്കെ മെയിൻ ഇഷ്യൂ അതാണ്. അതെ. അതായത് നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അതേ മൈൻഡിൽ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അത് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അത് മാത്രമല്ല ഈ നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ കൽപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ പൊസിഷൻസ് ഉണ്ട്. ഇത് അത് മാത്രമല്ല മ്യൂസിക്കൽ അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് മ്യൂസിക്കിൻ്റെ ഒരു ബിസിനസ് സൈഡാണ്. അത് നോർമലി മ്യൂസിക് എന്ന് പറയുമ്പോൾ നോർമലി ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് കേട്ട് ആസ്വദിക്കാനുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള ആൾക്കാർക്ക് അത് വെച്ച് വരുമാനം ഉണ്ടാക്കാനും അതേപോലെ ഇതിൻ്റെ ഒരു ബിസിനസ് സൈഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക, അതേപോലെ അതിനെ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് നോർമലി ഉള്ള ഒരാളോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാനിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നുണ്ട്, ഇന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് മേ ബി കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവും, പക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്ക് അത് മനസ്സിലായി എന്ന് വരില്ല. നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. നല്ല രീതിയിൽ ഒരു ബോധവൽക്കരിക്കുക എന്നൊക്കെ പറയും, ആ രീതിയിലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ള ഇഷ്യൂ എന്തായാലും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് എപ്പോഴായിരുന്നു വന്നത്? അതായത് ആക്ച്വലി ഞാൻ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിട്ട് പല സ്ഥാപനങ്ങളിൽ റെക്കോർഡ് ലേബൽ കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ മേഖല തന്നെയായിരുന്നു. ഒരു 8 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, ആ ഒരു സാധനം എപ്പോഴും മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ബേസിക്കലി സത്യം പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് പേജായിട്ട് തുടങ്ങിയ പരിപാടിയാണ് ആക്ച്വലി യുഗ ഡിജിറ്റൽ എന്ന് പറഞ്ഞ സംഭവം. അതായത് ചുമ്മാ എന്തെങ്കിലും എൻ്റെ സ്വന്തം പരിപാടിക്ക് വേണ്ടി പ്രൊമോഷൻ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പേജ് തുടങ്ങി. ഞാൻ പല പേരുകൾ ആലോചിച്ചു. അവസാനം യുഗ ഡിജിറ്റൽ എന്ന് പറഞ്ഞ ഒരു പേരിൽ ഫിക്സായി ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. ആ ഫേസ്ബുക്ക് പേജ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ വളർച്ച പടിപടിയായിട്ട് ഞാൻ പറയാം. അപ്പം ഫേസ്ബുക്ക് പേജ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ച് ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി തുടങ്ങി. എന്നിട്ട് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും കൂടി കണക്ട് ചെയ്തു. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് വാട്സപ്പും കൂടി സ്റ്റാർട്ട് ചെയ്തു. ഇത് മൂന്നും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ മെറ്റ ബിസിനസ് സൂട്ട്സിൽ ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഒരു ചുവടുവയ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം നമ്മൾ കുറേ നാൾ ഇങ്ങനെ ഈ പേജ് ഇങ്ങനെ നമ്മളങ്ങ് തുടങ്ങിയിട്ടു. ആ ആവേശം അങ്ങനെ തീർന്നു. കുറേ നാൾ കഴിഞ്ഞു. അപ്പോഴും മറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു നമ്മുടെ നിഷ് എന്ന് പറയുമല്ലോ, കാറ്റഗറി. അപ്പോൾ പല പരിപാടിയും നമ്മൾ പയറ്റി. അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ അതെ ഈ കൊറോണ സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് കേരളത്തിൽ വന്നൊരു സമയമാണ്. മാത്രമല്ല ആ സമയത്താണ് ജിയോ നെറ്റ്വർക്കിൻ്റെ ചാർജസ് ഒക്കെ കുറച്ച് വളരെ സുലഭമായിട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ സത്യം പറയുന്നത് 5-6 യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ദിവസം നോക്കുമ്പോൾ കൃഷിയുടെ ചാനലുകൾക്കെല്ലാം നല്ല
വ്യൂസ് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനൊരു കൃഷി ചാനൽ തുടങ്ങി. കോവിഡിന്റെ ടൈമിലാണ്. ആ കോവിഡിൻ്റെ ടൈമിൽ കൃഷി ചാനൽ തുടങ്ങിയിട്ട് എന്താ ഫാമിംഗ് സ്പോട്ട് എന്നൊക്കെ തുടങ്ങി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി വീഡിയോ ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് അതിൻ്റെ ആവേശം അങ്ങ് കെട്ടിടങ്ങി എന്നുള്ളതാണ്. സത്യം പറയുകയാണെങ്കിൽ അതെൻ്റെ നിഷല്ല, എൻ്റെ ഏരിയ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ അടുത്ത പയറ്റി. അപ്പോൾ ഈ നമ്മുടെ ഈ വാർത്തകൾ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള അറിവുകൾ നൽകുന്ന ചാനലുകൾക്കെല്ലാം നല്ല റീച്ച് ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഞാനൊരു ജോലി സംബന്ധമായിട്ടുള്ള കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയും ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 5-6 ചാനലുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതെല്ലാം പരാജയപ്പെട്ടു. അത് പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എനിക്കതിൽ തുടരെ കണ്ടന്റുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് അത് എൻ്റെ ഏരിയ അല്ല എന്നുള്ളതാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഈ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂസിക് ബിസിനസ്സുമായിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യാമെന്ന് ആലോചിച്ചു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റുകൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ അതിൽ തുടരെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിലെനിക്ക് മടുപ്പില്ലാതെ മാറി. അതൊരു പാഷനോട് കൂടി ചെയ്യാൻ താല്പര്യപ്പെട്ടു. അപ്പോഴാണ് മനസ്സിലായത് ഇതാണ് എൻ്റെ ഏരിയ. പക്ഷെ അതിലേക്ക് എത്താൻ എനിക്ക് കുറച്ച് സമയം എടുത്തെന്നുള്ളതാണ്. നമ്മൾ പല വഴിയും കറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ ആ നിഷിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ആ മേഖലയിൽ തന്നെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു, കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നിഷ് കണ്ടെത്താൻ വേണ്ടിയാണ് കുറച്ച് സമയം എടുത്തത്. അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മേഖലയിലേക്ക് ഇറങ്ങിയതെന്ന് പറയാം. അതായത് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നാണ് ഈ ഒരു ചാനലൊക്കെ തുടങ്ങിയത്. ആ ഒരു ടൈമിൽ ഈ നിഷ് കണ്ടെത്തിയിട്ടില്ല. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അത് മാത്രം ചെയ്തില്ല, ചിന്തിച്ചിട്ടില്ല. ഞാൻ ബാക്കി എല്ലാ പണിയും നോക്കി. ഞാൻ സാധാരണ ഒരു വ്ളോഗ് ചാനൽ തുടങ്ങി, ഈ പറഞ്ഞ 2-3 ചാനൽ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക്കിൻ്റെ ഒരു ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഈ മെഡിറ്റേഷൻ മ്യൂസിക്കിൻ്റെ ഒരു ചാനലും ആ സമയത്ത് ഞാൻ തുടങ്ങിയിരുന്നു ആക്ച്വലി. പക്ഷെ അതിൽ പാട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല ആക്ച്വലി. കാരണം ഞാനൊരു മ്യൂസിക് ക്രിയേറ്റർ അല്ല ആക്ച്വലി. പക്ഷെ അത് ഞാൻ പകുതി സമയത്ത് തുടങ്ങിയിട്ടിട്ട് പോയി ആക്ച്വലി. പിന്നീടാണ് മനസ്സിലായത് ഇതിനകത്തൊരു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ യോജിക്കുന്നത്, നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അതിനകത്ത് എനിക്ക് റെസ്പോൺസും വന്നു തുടങ്ങി ആക്ച്വലി. നമ്മുടെ ഫേസ് വെച്ച് കണ്ടന്റുകൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പല ആളുകളും ചേട്ടാ ഈ സർവീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലീഡായിട്ട് മാറി എന്നുള്ളതാണ് ബേസിക്കലി. അതപ്പോൾ എൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് ക്ലയൻറ്റുകളെ കിട്ടാൻ വേണ്ടി ഒരു മാർഗം കൂടിയായി മാറി എന്നുള്ളതാണ് സത്യം ആക്ച്വലി. അപ്പോൾ അന്നാണ് ഒരു സത്യം മനസ്സിലായത്, നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയം പാഷനോട് കൂടി നമ്മുടെ ഫേസ് വെച്ച് ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞ് നമുക്ക് ആളുകൾ നമ്മളെ തേടിയെത്തും എന്നുള്ള ഒരു സത്യം മനസ്സിലായത് അന്നാണ് ആക്ച്വലി. ഇപ്പോൾ ഫേസ് വെച്ചിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടല്ലേ? അത് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നിഷ് മനസ്സിലാക്കി, അതിൽ എൻ്റർ ചെയ്തു, അതിലുള്ള എന്താ പറയുക അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ഉൾക്കൊള്ളും. അതായത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ആൾക്കാരിലോട്ട് എത്തിച്ചു. അപ്പോൾ അതിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്? ഒരുപാട് ആക്ച്വലി ഇന്ന് ബിസിനസ് ഓണേഴ്സിന് അല്ലെങ്കിൽ ഏത് തരം ആളുകൾക്കും സോഷ്യൽ മീഡിയ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ആക്ച്വലി. അപ്പം അതിനകത്ത് എല്ലാ മേഖലയിലും ഉള്ള പോലെ ദോഷവശങ്ങൾ എല്ലാത്തിനും ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ വളരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് 1 രൂപ പോലും മുടക്കാതെ അല്ലേ, നമുക്ക് ഇൻസ്റ്റാഗ്രാമിനും നമുക്ക് വർഷം പൈസയോ മാസം മുടക്കേണ്ട ആവശ്യമില്ല, ഒരു യൂട്യൂബിനാണെങ്കിലും മുടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 രൂപ പോലും മുടക്കാതെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. മറിച്ച് നമ്മൾ ഈ ഒരു കണ്ടന്റ് നമുക്ക് ടെലിവിഷൻ ചാനലിലോ ഒരു പത്രമാധ്യമങ്ങളിലോ കൊടുക്കണമെങ്കിൽ ആ സ്ലോട്ടിന് എത്ര രൂപ ആകും? ആ സ്ലോട്ടിൽ ആ പൈസ കൊടുത്ത് അത് മാത്രമല്ല അവിടെ ആ പരസ്യം കണ്ടിട്ട് ആളുകൾ കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് 2-3 ക്ലിക്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് എൻക്വയറി വരാൻ പറ്റും, ഒരു കോൾ ടു ആക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഫ്രീ ഓഫ് കോസ്റ്റിൽ മാർക്കറ്റിംഗ് ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓൾറെഡി ഇപ്പോൾ അത് ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓണാക്കി കഴിഞ്ഞാൽ ഒരുപാട് യങ്ങായിട്ടുള്ള ചെറിയ പിള്ളേർ ഓൺട്രപ്രണേഴ്സ്, അതായത് ഇവർ ഡോക്യുമെൻ്റ് ചെയ്യാണ്. അതായത് ഒരു വീഡിയോ ഞങ്ങളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്, അതൊരു വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഇവർ അതിനൊരു നെയിം കണ്ടെത്തിയിട്ട് അതൊരു കണ്ടൻ്റായിട്ട് പബ്ലിഷ് ചെയ്യും.
അതിൻ്റെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടാണ് ഇവരെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അത് നല്ല രീതിയിൽ ബൂസ്റ്റ് ആവുന്നുണ്ട്, അതേപോലെ നല്ല രീതിയിൽ റീച്ചായിട്ട് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ ഗ്രോത്ത് ഉണ്ടാക്കാനൊക്കെ അതിലൂടെ പറ്റുന്നുണ്ട്. അപ്പോൾ സീറോ കോസ്റ്റിലാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ക്യാമറ ഉള്ളൊരു ഫോണിൽ ഇവർ ഡെയിലി എന്തൊക്കെയാണ് ഈ ഒരു മാർഗത്തിന് അല്ലെങ്കിൽ ഇവരെ കാറ്റഗറിയിലുള്ളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കണ്ടന്റ് ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. അത് മാത്രം ചെയ്തിട്ടാണ് ഇവർ ഈ ഗ്രോത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത്, അതായത് മുൻപ് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മൾ റിസ്ക് എടുക്കണം, അതേപോലെ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ കണ്ടെത്തണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാലും മാത്രമേ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയും. അതേപോലെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പ്രസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനൊരു അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ പറഞ്ഞ ഇടങ്ങളിലെല്ലാം നമ്മൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മളായാലും ഒരു വ്യക്തിയെ കുറിച്ചോ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചോ നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ ആദ്യം സോഷ്യൽ മീഡിയയിലും ഇത്തരം സ്ഥലങ്ങളിലുമാണ് തിരയപ്പെടുന്നത്. ആ തിരയുന്ന സ്ഥലങ്ങളിൽ ആ സാധനം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ വിധി എഴുതും, ഇതൊരു മോശമാണ്, ഇങ്ങനെ സാധനം ഇല്ലെന്ന് എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പം ആഷിഖ് ബ്രോയിനെ ഞാനിപ്പോൾ തിരയുന്നു, നിങ്ങളെ പ്രൊഫൈൽ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ലിങ്ക്ഡിനിലില്ല, ഫേസ്ബുക്കിലില്ല, ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ഇല്ല എന്നൊരു തന്നെയാണ് വിചാരിക്കുന്നത് ആക്ച്വലി. അപ്പൊ അതുകൊണ്ട് വേറൊരാൾക്ക് നമ്മളെ കാണാൻ പറ്റില്ല. അതായത് നമ്മളൊരു നിശ്ചിത റേഡിയസിൽ മാത്രമേ നമ്മളെ വിസിബിലിറ്റി ഉണ്ടാവും. നമുക്കറിയാവുന്ന കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങിപ്പോകും. പക്ഷെ ഒരു ബിസിനസ് ഓണർ ആയിക്കോട്ടെ, ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഒരു മ്യൂസീഷ്യൻ ആയിക്കോട്ടെ, ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, നമ്മൾ ₹1 പോലും മുടക്കാൻ വേണ്ടാത്ത ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ 0 പൈസയാണ്. നമുക്ക് ₹1 പോലും മുടക്കാതെ നിങ്ങളുടെ ബേസിക്കലി നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുക, നല്ല കവർ ഫോട്ടോ ഇട്ട് വെക്കുക, നിങ്ങളുടെ ഒരു ബയോ സെറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമ്മുടെ ഡിജിറ്റൽ സ്പേസിൽ നമ്മളെ തിരയപ്പെടുമ്പോൾ നമ്മൾ അവിടെ എത്താൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി മ്യൂസീഷ്യന്മാരുമായിട്ടാണ് കൂടുതലും ഇടപഴകുന്നത്. അപ്പോൾ പല മ്യൂസീഷ്യന്മാർക്കും ഒരു DSLR എടുത്ത് നല്ലൊരു ഫോട്ടോ പോലും ഇല്ല ആക്ച്വലി. അതൊക്കെ വളരെ വിമുഖതയാണ് കാണിക്കുന്നത് ആക്ച്വലി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ഫോട്ടോയും നമ്മുടെ എല്ലാ പ്രൊഫൈൽസും, ഒരു Gmail ID, ഒരു ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് എന്ത് പ്രൊഫൈലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഓൺട്രപ്രണർ ആയാലും പണ്ടത്തെ കാലഘട്ടത്തിൽ പോലെ ഇപ്പം ഓൺട്രപ്രണർമാരാണ് ആളുകളുടെ മുന്നിലേക്ക് വന്ന് സംസാരിക്കുകയും അവരെ ബ്രാൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പം താങ്കൾ ചോദിച്ച പോലെ ഇതൊക്കെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ് കൂടുതൽ നടക്കുന്നത് ഈ ഡിജിറ്റൽ സ്പേസിലായതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഇടങ്ങളിലും നമുക്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കണം, നമ്മുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആക്ച്വലി. അതായത് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ മേ ബി അതെനിക്ക് തോന്നുന്നത് നിർബന്ധമായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലത്ത് തീർച്ചയായിട്ടും പറയേണ്ട അവസ്ഥയിലോട്ട് വരുന്നുണ്ട് അല്ലേ? അതെ, നിർബന്ധമാണ് അത് ആക്ച്വലി. കാരണം അതുകൊണ്ടാണ് പല ആളുകളും നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ പറയും, അയ്യോ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു മ്യൂസീഷ്യനാണ്. പുള്ളി ഒരു ഷോയ്ക്ക് പോയിട്ട് സമയത്ത് ഫോട്ടോ എടുത്തിട്ട് കൂടെയുള്ളൊരു സിംഗർ അത് പോസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ചോദിച്ചു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് പ്രൊഫൈൽ എന്ന് പറഞ്ഞപ്പോൾ ആകെപ്പാട് 500 ഫോളോവറാണ്ടേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. പുള്ളി എന്നെ വിളിച്ചു, അരുണേ എങ്ങനെയാണ് നമുക്ക് ഇച്ചിരി ഫോളോവർ കൂട്ടുന്നത്? കാരണം അതേ ഇച്ചിരി ഒരു പ്രായം ചെന്നൊരു 40-50 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുണ്ട്. പക്ഷേ പുള്ളി ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുമായിരുന്നു ആക്ച്വലി. ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മൾ കാശ് കൊടുത്ത് ഫോളോവർ ചെയ്യുന്നതിനകത്ത് കാര്യമില്ല. ചേട്ടൻ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി പോസ്റ്റുകൾ ഇടൂ, ഷോസിൻ്റെ ഡീറ്റെയിൽസ് ഇടൂ, സ്റ്റോറികൾ ഇടൂ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം അതിന് ഇച്ചിരി കൂടി സീരിയസോടെ കാണാൻ തുടങ്ങി, കൊളാ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി. അപ്പം ആ ആളുകൾ പോലും തിരിച്ചറിയുന്നു. പിന്നെ ഈ കാലഘട്ടത്തിലെ ജനറേഷൻ, ഇപ്പോൾ ഏറ്റവും പുതിയ ജെൻസി തലമുറയിലുള്ള ആൾക്കാരൊക്കെ ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആണ്. അവരുടെ സ്റ്റോറി ഇടുന്ന സ്റ്റൈല്, അവരുടെ ചില വേർഡ്സുകൾ, ഇമോജീസ്. ഇപ്പോൾ ഒരു 90s ആയിട്ടുള്ള ആൾക്കാർ വേറെ രീതിയിലാണ്, അപ്പോൾ അതിന് താഴെയുള്ള ആൾക്കാരും വേറെ രീതിയിലാണ് അവരുടെ ഒരു സ്റ്റൈല് തന്നെ ആക്ച്വലി. നോർമലി നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കയറി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ജസ്റ്റ് കമൻറ്റ്
വായിച്ചാൽ മതി. അതെ. അതായത് ഫേസ്ബുക്കിൽ വരുന്ന കമന്റും ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമന്റിന്റെ ഒരു ഡിഫറൻസ് വ്യത്യാസമാണ് ആക്ച്വലി. പിന്നെ ഇപ്പം ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ആളുകൾ സ്നാപ്ചാറ്റിലൊക്കെയാണ് ആക്ച്വലി കൂടുതലും പുതിയ പിള്ളേർ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പം നമ്മളും ടെക്നോളജിയുടെ കൂടെ വളരുക എന്നുള്ളതാണ്. അപ്പം അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകും. അപ്പം നമ്മൾ അയ്യോ ഇത് പുതിയ പിള്ളേരല്ല, ഇപ്പോഴത്തെ പുതിയ പിള്ളേർ അഡ്വാൻസ്ഡല്ലേ, അപ്പം അവരുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ കഴിയുന്നതിൽ ഞാനറിയാം ഞാൻ കുറേ കാര്യങ്ങൾക്ക് പുറകിലാണ്, എന്നിട്ടും ഈ പുതിയ പിള്ളേരുടെ കൂടെ അപ്പം നമ്മൾ അത് പല ആൾക്കാർ ഇവിടെ കളിയാക്കാറുണ്ട് 90s കിഡ്സ് ആണ് നല്ലത്, അല്ലെങ്കിൽ 2K കിഡ്സ് മോശമാണെന്നൊക്കെ പറയാൻ ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ജനറേഷനിലും നല്ലതും ചീത്തയുണ്ട്. അപ്പം ഏറ്റവും നല്ല തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയാണ്. അടുത്ത തലമുറ വരുമ്പോൾ അതായിരിക്കും നല്ലത്. മനസ്സിലായില്ലേ? ഇപ്പം ഇതിങ്ങനെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. ഉറപ്പായിട്ടും. കാരണം ഈ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി കണ്ടുപിടിച്ച ആൾക്കാർ ഇപ്പം നമ്മളായിരിക്കില്ല. അതായത് നമ്മൾക്ക് മുന്നേ ഉള്ള തലമുറ കണ്ടുപിടിച്ച പല ടെക്നോളജികൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അതേപോലെ നമ്മൾ കാണാത്ത, നമ്മളൊന്നും ചിന്തിക്കാത്ത പല ടെക്നോളജിയും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ തലമുറയിലുള്ള കുട്ടികളായിരിക്കും ആക്ച്വലി. അപ്പോൾ അത് അനുഭവിക്കാൻ പോകുന്ന മേ ബി നെക്സ്റ്റ് തലമുറയായിരിക്കും. അപ്പോൾ അതൊന്നും അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെയാണ് ഞാൻ സമ്മതിക്കുന്നു. അതേപോലെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങളിപ്പോൾ ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്തു, അതായത് മ്യൂസിക്കിൻ്റെ ബിസിനസ് സൈഡിലോട്ട് കടക്കാന്നുള്ള ഒരു പ്ലാൻ ചെയ്തു. അതേപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് നിങ്ങളൊരു നിഷ് മാർക്കറ്റ് കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു കാറ്റഗറി കണ്ടെത്തി. അതായത് നിങ്ങളൊരു പാഷൻ കണ്ടെത്തി എന്ന് പറയും. അപ്പോൾ ഈ പാഷൻ എങ്ങനെ കണ്ടെത്തി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? അതായത് ഒരുപാട് ആൾക്കാർക്ക് എങ്ങനെയാണ് നമ്മൾ പാഷൻ കണ്ടെത്തുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എന്നോട് ചോദിക്കുന്നത്, ഞാനിപ്പോൾ ഈ ഒരു IT ഫീൽഡിലോട്ട് വന്നു. അതായത് ഞാൻ IT ഫീൽഡായിട്ട് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ IT-ലോട്ട് വന്നത്. അപ്പോൾ എപ്പോഴായിരുന്നു ഈ ഒരു ചിന്ത വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലോട്ട് കടക്കണം എന്നൊരു തീരുമാനം എടുത്തത്? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ മേ ബി ഞാൻ പറയാൽ എനിക്കത് ഓൾറെഡി ഞാനതിനെപ്പറ്റി നന്നായിട്ട് വായിക്കാറുണ്ട്. അതേപോലെ പണ്ട് മുതലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചും കൂടി നമ്മൾ അത് ശ്രദ്ധിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് മേ ബി ഇതായിരിക്കാം എൻ്റെ ഒരു പാഷൻ. ആ രീതിയിലാണ് ഞാൻ ശരിക്കും അതിലോട്ട് കടന്നത്. അപ്പം അതിൽ കടക്കാൻ വേണ്ടി എനിക്കൊരു എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ഒരു ഫീൽഡിലോട്ട് വന്നത്. അല്ലാതെ നിങ്ങൾ ഓൾറെഡി അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ ഒരു ഇത് കണ്ടെത്തിയത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് കടന്നതെന്ന് വേറെ ആളോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ പാഷൻ കണ്ടെത്താൻ? ബേസിക്കലി എനിക്ക് എൻ്റെ ഒരു ആദ്യകാലത്തെ ആഗ്രഹം എനിക്ക് അധ്യാപകനാണെന്നാണെന്ന് ആഗ്രഹം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു മലയാള അധ്യാപകനാണെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ച്വലി ടീച്ചിങ് എനിക്ക് പാഷൻ തന്നെയാണ്. ഞാൻ 5 വർഷം അധ്യാപനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ പഠിച്ചു തന്നിട്ട് ആക്ച്വലി ഒരു പോളിടെക്നിക്കാണ്. ഞാനൊരു ഈ ഫിലോസഫി മലയാളം സബ്ജക്റ്റൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം. പക്ഷേ എന്നിലൊരു ഈ നമുക്ക് ഈ ടെക്നിക്കൽ പരിപാടികളിലേക്ക് ഒരു താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ പോളിടെക്നിക് കോളേജിൽ ഞാൻ പഠിക്കുകയും അതിനുശേഷം ഞാൻ പഠിച്ച കോളേജിലും വേറൊരു എഞ്ചിനീയറിംഗ് കോളേജിലും അധ്യാപനമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ വേറൊരു കോഴ്സിലും ഒരു 1 ഇയർ അധ്യാപനമുണ്ട്. അപ്പം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്, അത് ഏത് വിഷയമാണെങ്കിലും. അപ്പം പിന്നെ ചെറുപ്പം തൊട്ടിലെ കലാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് താല്പര്യമായിരുന്നു. എൻ്റെ അച്ഛനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ടെക്നിക്കലും കുറച്ച് ക്രിയേറ്റീവും ഉണ്ട്. ടെക്നിക്കലും എൻ്റെ ടേസ്റ്റാണ്, ക്രിയേറ്റീവ്. അതുകൊണ്ടാണ് ഞാൻ പോളിടെക്നിക്ക് എൻ്റെ വീട്ടുകാരെ നിർബന്ധിച്ച് പോയതല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തോടെ പോയതാണ്. എനിക്ക് ഇപ്പോഴും ഇലക്ട്രോണിക്സ് ഒക്കെ ഇഷ്ടമാണ്. ആക്ച്വലി റേഡിയോ നന്നാക്കുക, ഓഡിയോ ആംപ്ലിഫയർ ഉണ്ടാക്കുക, അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ അച്ഛനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇഷ്ടമാണ്. ഞാൻ മേക്കപ്പ് ചെയ്യുമായിരുന്നു, ഡ്രാമ ചെയ്യുമായിരുന്നു. അപ്പം എനിക്കറിയാം, അപ്പം എൻ്റെ ഉള്ളിലൊരു ക്രിയേറ്റീവും ടെക്നിക്കലും ഉണ്ട്. അതായത് ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊരു ആർട്ടിസ്റ്റ് ആണോ അല്ല, എന്നാൽ ക്രിയേറ്റീവ്. അപ്പം എനിക്കറിയാം. അപ്പം ഇത് ബ്ലെൻഡ് ആയിട്ടുള്ളൊരു സ്ഥലം ഏതാണെന്നുള്ളത് ഞാൻ കുറേ നാളത്തെ ചർച്ചയായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഞാൻ ഡയറക്ടർ ആകാൻ പോകും, സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകാന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അതിനും 2 ഷോർട്ട് ഫിലിം ചെയ്തു. എന്നിട്ടും അപ്പോൾ 2 ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ആഗ്രഹം തീർന്നു. അപ്പോഴും അതിൻ്റെ മനസ്സായി ഇതല്ല എൻ്റെ നിഷ്. പിന്നെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അതിനൊരു ശ്രമങ്ങളും നടത്തില്ല. അപ്പോഴും മനസ്സായി ഇതല്ല നമ്മുടെ നിഷ് എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വിചാരിച്ചു ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട എന്ത് സംഭവം. അപ്പോഴും എൻ്റെ ഈ ആർട്ടിസ്റ്റിക് ഒരു പകുതി ബ്ലെൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് സാധനങ്ങൾ നടക്കുവാണ്.
അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് എനിക്കിപ്പം ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലാത്തത് കൊണ്ട് എനിക്ക് പാട്ടുണ്ടാക്കാനോ എനിക്ക് ശ്രുതിയോടുകൂടി ഒരു പാട്ട് പാടാൻ എനിക്ക് അറിയത്തില്ല. ഞാനൊരു ബാത്റൂം സിംഗറാണ് ആക്ച്വലി. അപ്പം പാട്ട് പാടുന്നുള്ളവരുടെ നമുക്ക് നടക്കില്ല ആക്ച്വലി. എന്നാൽ എനിക്ക് ഞാൻ പോസ്റ്ററുകൾ ചെയ്യും, സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ ചെയ്യും, ഫോട്ടോഷോപ്പ് അറിയാം. അത് ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പം ഇതിൻ്റെ ഒരു ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവിൻ്റെയും ടെക്നിക്കലിന് ഞാൻ എന്നാൽ എനിക്ക് ഒരു വൃത്തിയായിട്ടൊരു പടം വരയ്ക്കാൻ അറിയത്തില്ല. എനിക്ക് അതിൻ്റെ ടൂളുകൾ അറിയാം. ടൂളുകൾ ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന ടൂൾ അറിയാം. അല്ലാതെ ഞാനിപ്പോൾ അല്ലാതെ ഒരു പേപ്പറിൽ എടുത്തൊരു പടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്നും ഇന്നും അറിയാവുന്ന ഒരു മലയും ഒരു വീടും ഒരു ഉദയ സൂര്യനും ഇത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ആക്ച്വലി. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ എനിക്കറിയാം. അപ്പം ഞാൻ ഈ ക്രിയേറ്റീവും ടെക്നിക്കലുമായിട്ടുള്ള എന്തെങ്കിലും കാര്യം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കോളേജ് പഠിപ്പിച്ചൊരു എക്സ്പീരിയൻസും ഉണ്ട് എനിക്ക് ആക്ച്വലി. അപ്പം എനിക്കറിയാം ഞാൻ ഏറ്റവും മോശപ്പെട്ടൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ആ വിഷയം അവനെ കൊണ്ട് പറഞ്ഞ് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ഈ മ്യൂസിക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ഈ ഡിജിറ്റൽ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുമ്പം ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ ഓൾറെഡി സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അവർക്കിത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും ഞാൻ പറയുന്നതിലൂടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഇതിനകത്തൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു മ്യൂസിക് ബിസിനസ്സിൽ അതും പച്ച മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ഇത് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾ പൊതുവെ കുറവാണ് ആക്ച്വലി. ഞാൻ പറയട്ടെ, അതായത് എന്നെ കൊണ്ട് എന്ത് പറ്റുന്നു, എനിക്കെന്താണ് ആവശ്യം മനസ്സിലായി. അതായത് ബ്ലെൻഡാക്കി അതല്ല ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ വളരെ അവിചാരിതമായിട്ട് വന്ന സ്ഥലം ഒന്നും പറയാൻ പറ്റില്ല ആക്ച്വലി. അത് ഈ നമ്മളെ ലാലേട്ടനൊക്കെ പറഞ്ഞില്ല അതൊക്കെ സംഭവിച്ചു പോകുന്നെന്ന് പറയാം. കണക്ഷൻ ഉണ്ടാവും. പിന്നെ ഞാൻ ജോലിയിലൂടെ കിട്ടിയ സ്കില്ലും ഈ മേഖലയിൽ തന്നെയായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് കുറച്ചും കൂടി എന്തായി എളുപ്പമാക്കി തീർത്ത് അതാണ് ഞാൻ ഇങ്ങോട്ട് ആ മ്യൂസിക് ബിസിനസ്സിനായിട്ട്. പിന്നെ എനിക്ക് അപ്പം ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തുമ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയുന്ന ഒരാളല്ല. ഈവൻ മാഷിനോട് സംസാരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഏതെങ്കിലും ഒരു പഠനത്തിലായിരിക്കും ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പറ്റാവുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു. ഈവൻറ്റുകൾ, അതായത് ഇത്തരം ആളുകൾ കൂടുന്ന ഇടങ്ങളുണ്ട്, അതായത് മ്യൂസിക് ബിസിനസ്സിൻ്റെ ഈവൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾ അബൌട്ട് മ്യൂസിക്, ഡെക്കാൻ ഓൾട്ടർനേറ്റീവ് മ്യൂസിക് കോൺഫറൻസ്, IPRS പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഈവൻറ്റുകളിലെല്ലാം പങ്കെടുക്കാൻ പറ്റി. ഒരു ഫൗണ്ടർ എന്ന നിലയിൽ ഞാൻ ഏറ്റവും വാല്യുബിൾ ആയിട്ട് കാണുന്നത് നമുക്ക് അറിവ് കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യം നെറ്റ്വർക്കിംഗ് ആണ്. ഞാൻ ഇന്ന് ഈ മേഖലയിൽ ഇരിക്കാനുള്ള മെയിൻ കാര്യം നെറ്റ്വർക്കിംഗ് ആണ്. ഞാനെല്ലാവരും വളരെ ശരിക്കും നമ്മൾ ഈ വിശന്നിട്ട് ഒരു ബിരിയാണി കഴിക്കാൻ കിട്ടുന്നൊരു സുഖമില്ലേ എന്നുപോലെയാണ് ഞാൻ നെറ്റ്വർക്ക് ചെയ്ത ഒരാളോട് സംസാരിച്ച ഒരു പുതിയ അറിവ്. ഞാൻ വളരെ ആക്രാന്തത്തോടെ അവരെ സമീപിക്കുന്നത് ആക്ച്വലി. അവരോട് സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് കോൺടാക്ട്സ് ഇന്ന് ഇന്ത്യയിലെ ലീഡിങ് ആയിട്ടുള്ള മ്യൂസിക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആളുകളായിട്ട് നമുക്ക് അറിയാവുന്ന ഭാഷയിൽ, അവർ ചിലപ്പോൾ ഹിന്ദിയും തമിഴും ഇംഗ്ലീഷൊക്കെ ആയി സംസാരിക്കുന്നത്, നമുക്ക് അറിയാവുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കാറുണ്ട്. ഇപ്പോഴും അവരോട് സംസാരിക്കാറുണ്ട്, അവരിൽ നിന്ന് അറിവ് ശേഖരിക്കാറുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിംഗ് ആണ് ഈ മേഖലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെയോ ഇപ്പോൾ എൻ്റെ വിഷയം മാത്രമല്ല, AI-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വർക്ക്ഷോപ്പുകളോ വെബിനാറോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ രജിസ്റ്റർ ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട സംഭവം കണ്ടു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ വെബിനാർ, വർക്ക്ഷോപ്പുകൾ, മീറ്റപ്പുകളെല്ലാം ഞാൻ ഒഴിവാക്കില്ല. അത് വളരെ, കാരണം അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ചിലപ്പോൾ പെയ്ഡ് ആകാം, ചിലപ്പോൾ ഫ്രീ ആകാം, പക്ഷെ ഞാനത് എപ്പോഴും അതിനോട് ശ്രമിക്കാറുണ്ടെന്നുള്ളതാണ് സത്യം. അതായത് വളർന്നു വരുന്ന ടെക്നോളജീൻ്റെ ഭാഗം എന്നുള്ള. തീർച്ചയായിട്ടും. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് മ്യൂസിക്കൽ ബിസിനസ്, അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയേൻ്റെ ഉപയോഗം, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും. അതേപോലെ നെക്സ്റ്റ് ഇനി വരാൻ പോകുന്നത് AI-യുടെ ടൈമാണ്. ഓൾറെഡി AI വന്നു മ്യൂസിക്കിൽ പോലും. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ AR റഹ്മാനും സമാൽമാനും ടൈപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കറിയില്ല, ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ അനിരുദ്ധിന്റെ സ്റ്റേറ്റ്മെന്റ് ChatGPT യൂസ് ചെയ്തിട്ടാണ് ആള് ലാസ്റ്റ് വരിയൊക്കെ എഴുതുന്നത്. അപ്പോൾ ഓരോ ഫീൽഡിലും AI-ന്റെ ഒരു ഇത് കടന്നു വരവുണ്ട്. അപ്പോൾ മ്യൂസിക്കൽ മേഖലയിൽ എന്തായാലും അത് വരാൻ ചാൻസ് ഉണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ മ്യൂസിക് ആയിക്കോട്ടെ, ഈ ചിത്രം വര, അങ്ങനെ അതൊക്കെ ഒരാൾ ആർട്ട് വർക്കാണ്. അപ്പം അതിലാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു മെഷീന്, അതായത് AI വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ ബെറ്ററായിട്ട് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ ഒരു ചിത്രം വരക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലോട്ട് പോവുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കഴിവിനേക്കാൾ കൂടുതൽ AI മാറുമോ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു ഫീൽഡിൽ, അതായത് ഏത് ഫീൽഡിലാണെങ്കിലും
ഈ എ ഐ വന്നു കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമുക്കത് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, സ്ട്രഗിൾ ചെയ്യാൻ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് എന്താ പറയുക ഒരു കൈമോശം വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ രീതിയിൽ? അല്ലെങ്കിൽ എല്ലാ കാലവും മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് ആൾക്കാർ തിരഞ്ഞെടുക്കുമോ? അപ്പം ഈ എ ഐയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ. ഇപ്പം എ ഐയുടെ സ്ഥാപകർ തന്നെ പറഞ്ഞിട്ടുണ്ട് എ ഐ ചിലപ്പോൾ ഇനി മനുഷ്യരാശിക്ക് തന്നെ വെല്ലുവിളിയാകും എന്നുള്ളതാണ് ആക്ച്വലി. പിന്നെ ഈ എ ഐ മ്യൂസിക്കിൽ വന്നത് വളരെ വിപ്ലവകരമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം അതിന് രണ്ട് വശങ്ങളുണ്ട്. അപ്പം നമുക്ക് എ ഐനെ നമുക്കൊരു വില്ലനായിട്ട് കാണേണ്ട ആവശ്യമില്ല. എന്നാൽ എ ഐനെ നമുക്ക് ഈ മ്യൂസിക് ക്രിയേറ്റർമാർക്ക് വളരെ എളുപ്പത്തിൽ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി വളരെ സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ എ ഐക്കുള്ള ദോഷവശം എന്ന് പറഞ്ഞാൽ എ ഐ ഈ കോപ്പിറൈറ്റ് പോലുള്ള പല കാര്യങ്ങളെയും ബാധിക്കും ആക്ച്വലി. ഈ എ ഐ ഇപ്പം സുനോ ഓഡിയോ പോലെയുള്ള പല പ്ലാറ്റ്ഫോമുകളിൽ പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പരീക്ഷിച്ചിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് പാട്ടുകൾ ചെയ്യും. അപ്പം എ ഐ എന്ന് പറഞ്ഞത് എ ഐനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് പല പാട്ടുകൾ ഉണ്ടാക്കുന്നത്. ഈ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പല മ്യൂസിഷ്യന്മാരുടെയും പാട്ടുകളാണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു റീപ്രൊഡക്ഷൻ ആണ് എ ഐ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കോപ്പിറൈറ്റിനെ ബാധിക്കും. കോപ്പിറൈറ്റഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റിനെ വീണ്ടും എ ഐ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പം നിലവിൽ പുതിയൊരു വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല കമ്പനികളുടെയും പാട്ടുകളിൽ നിന്നാണ് എ ഐനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ ഇത്തരം റെക്കോർഡ് ലേബലുകൾ നമ്മുടെ പാട്ട് എ ഐ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പൈസ വേണം, അല്ലെങ്കിൽ എ ഐ നമ്മുടെ ട്രാക്ക് ഇങ്ങനെ എ ഐക്ക് ട്രെയിൻ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി ആ ക്രിയേറ്റർക്ക് ഒരു എമൗണ്ട് ഓഫ് മണി കിട്ടുന്ന ഒരു സിസ്റ്റമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ എ ഐ കൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത വന്നു വെച്ചാലും എ ഐയിൽ പല ആളുകളുടെയും മരിച്ചുപോയ പല ആളുകളുടെയും ശബ്ദത്തിൽ വീണ്ടും പാട്ടുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോപ്പിറൈറ്റ് വയലേഷൻ ആണ് സംഭവിക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഇനിയിപ്പോൾ ക്രിയേറ്റർമാരോട് പറയുന്നത് ഇപ്പോൾ പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള സ്റ്റെം ഫയലുകളിൽ നമ്മളൊരു വാട്ടർമാർക്ക് വെക്കണം. അതല്ലെങ്കിൽ ഇത് എ ഐ ഉണ്ടാക്കിയതാണെങ്കിൽ ഇത് എ ഐ ഉണ്ടാക്കിയതാണെന്ന് ആളുകളോട് പറയണം. നേരത്തെ ഒരു സ്പോട്ടിഫൈയിൽ വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ട് ലോകമെമ്പാടും ഒരുപാട് പേര് കേട്ടൊരു ട്രാക്ക് ഉണ്ട് ആക്ച്വലി. ഒരു ബാൻഡ് സോങ് ആണ് ആക്ച്വലി. പക്ഷെ അത് വലിയൊരു ബാൻഡ് ചെയ്തെന്നുള്ള രീതിയിലാണ് ആളുകൾ അതിനെ ആഘോഷിക്കപ്പെടുന്നത്. സ്പോട്ടിഫൈക്ക് പോലും മനസ്സിലായില്ല. പക്ഷേ അത് ആക്ച്വലി ഒരു എ ഐ ക്രിയേറ്റഡ് ആൽബം ആയിരുന്നു ആക്ച്വലി. അതുപോലെ തന്നെ ഈ എ ഐ വെച്ചിട്ട് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇപ്പോൾ സ്പോട്ടിഫൈ പോലുള്ള ഓഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ എ ഐ ക്രിയേറ്റ് ചെയ്യുന്ന പാട്ടുകളിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഒരിക്കലും പറയാൻ പറ്റിയല്ല എ ഐ ക്രിയേറ്റ് ചെയ്യുന്നത് 100% ഒറിജിനൽ ആണോ എന്ന്. കാരണം എന്താ വെച്ചാൽ എ ഐ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ്ങുകൾ. ഇപ്പോൾ ഒരു ഇളയരാജയുടെ ഒരു 100 പാട്ട് എ ഐനെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നാളൊരു പാട്ടുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു ഇളയരാജ ഉണ്ടാക്കിയതുപോലെ ഒരു പാട്ട് എ ഐ ഉണ്ടാക്കും. പക്ഷേ നേരത്തെ ഉണ്ടാക്കിയ ഏതെങ്കിലും പാട്ടുകളുമായിട്ട് സാധ്യത ഉണ്ടാകാം ആക്ച്വലി. അപ്പോൾ ഈ എഐൻ്റെ കേസ് വരുമ്പോൾ കോപ്പിറൈറ്റ്, അതായത് ഫ്യൂച്ചറിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരും. മേ ബി എനിക്ക് തോന്നുന്നത് ഈ AR റഹ്മാനായിട്ട് ടൈപ്പ് ആയത് അതിൻ്റെ ഒരു സാധ്യതയായിരിക്കും. പിന്നെ അത് മാത്രമല്ല ബ്രോ, ആക്ച്വലി ഈ എ ഐ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഈ പ്രൊഡക്ഷനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലളിതമാക്കാനും സമയം കുറയ്ക്കാനൊക്കെ കുറേ എ ഐ ടൂൾസ് ഉണ്ട്. അതിന് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ പാട്ട്, മ്യൂസിക്, വരികൾ എന്നൊക്കെ ഉള്ളത് ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, ഒരു ബൗദ്ധിക സ്വത്ത്, നമ്മുടെ ബുദ്ധിയിൽ നിന്നുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിലവിലത്തെ എ ഐക്കിനേക്കാളും കൂടുതൽ ഭാവിയിൽ നല്ല പക്കയായിട്ടുള്ള എ ഐ വരാം. പക്ഷേ അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല, മേ ബി വന്നേക്കാം, ഇല്ലായിരിക്കാം. അത് പക്ഷേ 100% ഒന്നും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഭാവിയിൽ ഹ്യൂമനെ റീപ്ലേസ് ചെയ്യുന്നത് നമുക്ക് 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളെ ഫീൽഡിൽ, അതായത് ഈ മ്യൂസിക്കൽ ഫീൽഡിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇപ്പോൾ അനിരുദ്ധിൻ്റെ കാര്യമാണെങ്കിൽ ഏതിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫീൽഡിലാണെങ്കിലും സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ജോബിനെ ഈ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. നോർമലി ടൂൾ യൂസ് ചെയ്യും. അപ്പോൾ അത് ഈ ഇപ്പം സത്യം പറയണമെന്ന് നമുക്കത് ബെനിഫിറ്റാണ്. കാരണം നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും വളരെ ഈസി ആയിട്ടും ചെറിയ ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് എ ടൂൾ എന്ന് പറയുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്
100% നമ്മളെ റീപ്ലേസ് ചെയ്യുന്ന പറയാൻ പറ്റില്ല. പറ്റില്ല. പക്ഷേ ഒരു മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും എനേക്കാളും ഇപ്പം പല മ്യൂസിഷ്യന്മാരും പറഞ്ഞത് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു സംഗീതം പോലെ എക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പല അവകാശവാദങ്ങളും പറയുന്നുണ്ട്. കാരണം ഈ ഒരു ഹൃദയത്തിൻ്റെ ഫീല് കിട്ടുന്നത് മനുഷ്യന് മാത്രം എന്നാണ് പലരും പറയപ്പെടുന്നത്. പക്ഷേ കാരണം ഇത് വിപ്ലവകരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതിപ്പം ചെയ്തതാണോ മനുഷ്യൻ ചെയ്തതാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംഗീതം ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഹ്യൂമൻസ് ആയതുകൊണ്ടും മ്യൂസിഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടും നമ്മൾ എപ്പോഴും മ്യൂസിഷ്യന്മാരുടെ കൂടെയാണ് നമുക്ക് നിൽക്കാൻ നിവൃത്തിയുള്ളൂ നിലവിൽ. പക്ഷെ അതും അത് പറയുന്നത് ഇപ്പോഴത്തെ വെച്ചിട്ടാണ്. പക്ഷെ ഫ്യൂച്ചറിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് പൊതുവായിട്ട് പറഞ്ഞത് ചിലപ്പം ഈ ഉണ്ടാക്കിയ ആൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് മനുഷ്യരാശിക്ക് തന്നെ പിന്നെ നമുക്കതിനെ നമ്മൾ എയുടെ കൂടെ സഞ്ചരിക്കുക, എയെ വരുതിയിലാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അല്ലാതെ എക്കെതിരെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു യുദ്ധം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭയങ്കര ശത്രുവായിട്ട് കാണേണ്ട ആവശ്യമില്ല. എനെ ഒന്ന് മെരിക്കിയാൽ മതി. നമ്മുടെ കൂടത്തിൽ ഒന്ന് മെരുക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈവൻ എൻ്റെ ഒരു ലൈഫിൽ റീസെൻ്റ്ലി കുറേ കാര്യങ്ങളിൽ ഇപ്പം പല പ്രോംപ്റ്റുകൾ ജനറേറ്റ് ചെയ്യുന്ന സൈറ്റ്സുകളായിക്കോട്ടെ, ഓഡിയോ വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന സൈറ്റ്സുകളായിക്കോട്ടെ, എൻ്റെ ജോലി ഒരു 100-1 കുറയ്ക്കാനും സമയം ഒരു 100 ഇരട്ടി ലാഭിക്കാനും സാധിച്ചത് എ മൂലമാണ്. അപ്പോൾ എനിക്കൊരിക്കലും എനെ തള്ളി പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായും ഇവൻ ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ChatGPT തൊട്ട് മിഡ്ജേർണി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ ആക്ച്വലി. അപ്പോൾ ടെക്നോളജിക്കൊപ്പം നിൽക്കുക, അതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ള ആക്ച്വലി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് ഞാൻ എന്തിനു പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്തിന് ഇതിൽ കണ്ടന്റ് ഇടണം എന്ന് ചിന്തിക്കുന്നതിന് പകരം അന്ന് കണ്ടന്റ് അതായത് ഇതിൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്ത് അതേപോലെ ഇതിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിന്ന ആൾക്കാരൊക്കെ ഇപ്പം നല്ല ബെനിഫിറ്റ് ഉണ്ട് അവർക്ക്. അതേപോലെ നമ്മളിപ്പോൾ വരുന്ന സമയത്തും ഇത് നമുക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ മാറി നിന്ന് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാം, പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ആ രീതിയിലായിരിക്കും ചാൻസ്. അതായത് അങ്ങനെയായിരിക്കും വരാൻ ചാൻസ് അല്ലേ? ശരി. ഓക്കെ. ഒരു കാര്യം കൂടി ഉണ്ട് അതിൽ ഈ എന്റെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്തല്ല. ഇപ്പം യൂട്യൂബിൻ്റെ പുതിയ പോളിസി വന്നിട്ടുണ്ട്, ഒരുപാട് പോളിസി വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ റെഫറൻസ് വീഡിയോ എടുത്തിട്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അതേപോലത്തെ വീഡിയോ ഇൻക്ലൂഡഡ് ആണോ? അല്ല, വീഡിയോ ഇപ്പം ഇൻക്ലൂഡഡ് അല്ല ആക്ച്വലി. ഇൻക്ലൂഡഡ് അല്ല, അതായത് അതിന് പേയ്മെന്റ് കൊടുക്കുന്നില്ല. അത് പുതിയ പോളിസി ജൂണിൽ വന്നിരുന്നു ആക്ച്വലി. അത് യൂട്യൂബ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കണ്ടന്റ് എടുത്തിടുന്നവരെല്ലാം മോണിറ്റൈസ് ചെയ്ത് വരുമാനം കൊടുക്കുമായിരുന്നു. റിയാക്ഷൻ വീഡിയോ. അപ്പം യൂട്യൂബ് ഓരോ ദിവസം അതിന്റെ പോളിസികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന് മാത്രമേ യൂട്യൂബിന് പൈസ കൊടുക്കുള്ളൂ ആക്ച്വലി. ഇപ്പം നമുക്കൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ ചുമ്മാ ഒരു ഏതെങ്കിലും വീഡിയോ എടുത്തിട്ട് പ്ലേ ചെയ്തിട്ട് ഹായ് അടിപൊളിയാണ് സൂപ്പർ, നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ട് ഇല്ല. എഫേർട്ട് ഇടാത്ത ആളുകൾക്ക് ആർക്കും വരുമാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആക്ച്വലി. അപ്പം ഈ വീഡിയോസ് പച്ചയ്ക്ക് കൊണ്ടുപോയി എടുത്തിടാതെ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ ചിലത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടേതായിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്യണം. വാല്യൂസ് ആഡ് ചെയ്യണം, നമ്മൾ എഫേർട്ട് ഇടണം. ഇത് എഫേർട്ട് ഇടാതെ അങ്ങനെയാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ വന്ന് ഈ അടുത്ത കാലത്ത് ഒക്കെ ഒരുപാട് പേർക്ക് ഈ റീയൂസ്ഡ് കണ്ടന്റ് കാരണം മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി പോയി, പല പ്രശ്നങ്ങൾ വന്നു. അതുപോലെ തന്നെ മറ്റു പല ആളുകളുടെയും കണ്ടന്റുകൾ മോഷ്ടിച്ചിടുക. അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണി എടുക്കുന്നവന് ഇനി പൈസ കൊടുക്കുള്ളൂ ആക്ച്വലി. അപ്പം യൂട്യൂബ് ആയാലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ പച്ചയ്ക്ക് ഒരു വീഡിയോയും അവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്തിടാതെ നമ്മുടേതായിട്ടുള്ള വാല്യൂസ് നമ്മൾ ചെറിയതായിട്ടൊന്ന് പണിയെടുക്കണം. അങ്ങനെയുള്ള വീഡിയോസിനാണ് വരുന്നത്. അപ്പം കാരണം യൂട്യൂബിന് മനസ്സിലായി വീഡിയോ വന്നതോടുകൂടി തന്നെ ഇപ്പം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ടാഗ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇത് വീഡിയോ ആണോന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ആക്ച്വലി, കൊടുക്കാറുണ്ട് അപ്പം ആക്ച്വലി. അപ്പം അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട്. അപ്പം വീഡിയോസ് ഇത്ര വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റർമാരുണ്ടല്ലോ. അപ്പം അവർ ചെയ്യുന്നതിന് ഒരു സത്യമില്ലാതെ വരികയല്ലേ. അപ്പം അതുകൊണ്ടായിരിക്കും യൂട്യൂബ് ഈ തരത്തിൽ. എനിക്ക് തോന്നുന്നത് അത്തരം കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, പതിയെ യൂട്യൂബിൽ നിന്ന് പിന്മാറാൻ ചാൻസ് ഉണ്ടാവും. അത് യൂട്യൂബിനെ ബാധിക്കുന്നുള്ളൊരു തീർച്ചയായിട്ടും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ മൂപ്പര് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ആള് യൂട്യൂബ് പതുക്കെ നിർത്താൻ പോവാണ്. അതേപോലെ മൗഗ്ലി എന്ന് പറയുന്ന ചാനൽ, മറ്റേ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കുന്ന 2 മില്യൺ മുകളിൽ സബ്സ്ക്രൈബർ ഉള്ള അതേപോലെ ചാനൽ നിർത്താന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. മൂപ്പരൊക്കെ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടാണ്. കാരണം വ്യൂസ് ഇല്ല എന്നുള്ള കാര്യത്തിൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ
വീട്ടിലൊക്കെ 1-2 പേരുള്ള വീട്ടിലൊക്കെ യൂട്യൂബ് കാണുന്ന ആൾക്കാരുണ്ടാവുള്ളൂ. ഇപ്പോൾ 1-2-3 പേരുള്ള വീട്ടിൽ 1-2-3-4 യൂട്യൂബ് ചാനലുകളാണ്. യൂട്യൂബ് ചാനലുകളുടെ എണ്ണം കൂടി ആക്ച്വലി. അതുകൊണ്ട് തന്നെ കണ്ടന്റിന്റെ ക്വാളിറ്റി കുറഞ്ഞു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആക്ച്വലി. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ യൂട്യൂബ് ഒന്നും എല്ലാ കാലമൊന്നും ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പം പണ്ട് കാലത്ത് യൂട്യൂബ് തുടങ്ങിയ നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൊണ്ടുവന്ന ആൾക്കാർ പയ്യെ യൂട്യൂബിൽ നിന്ന് മാറി സെൽഫ് ബിസിനസ്സിലേക്ക് മാറി എന്നുള്ളതാണ്. അവരുടെ ആ ഫാൻസിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ അവർ കൺവേർട്ട് ചെയ്ത് സെയിലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അതുവഴി അവരൊരു ബ്രാൻഡ് റൺ ചെയ്യാൻ തുടങ്ങി. അവർ ഓൾറെഡി ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് നല്ലൊരു കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് അവർ ചെയ്യുന്നത് ആക്ച്വലി. കാരണം ഞാൻ പറയട്ടെ, ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്നും എല്ലാ കാലവും ഒന്നും 2-3 വർഷം കഴിയുമ്പോൾ ആ സാധനം പോകും, പുതിയ സാധനം വരും ആക്ച്വലി. യൂട്യൂബ് അധികം കാലം ഓടാൻ പോകുന്നില്ല. അങ്ങനെയല്ല, അത് ഞാൻ പറയല്ലോ, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അണ്ടർ-16 സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളൊക്കെ ഈ കണ്ടന്റ്, അതായത് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടന്റുകൾ വരുന്നുണ്ട്. അതായത് ഈ കണ്ടന്റ് ക്വാളിറ്റി ഇല്ലാത്ത ഒരുപാട് കണ്ടന്റ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുട്ടികൾ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ മെന്റലി ഉള്ള പ്രശ്നങ്ങൾ, അതേപോലെ പഠനത്തെ ബാധിക്കുന്നത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടെത്തിയിട്ടായിരിക്കാം ചിലപ്പോൾ അവർ അത് ബാൻ ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പോൾ ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിൽ ഈ കണ്ടന്റ് ക്വാളിറ്റി, നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുന്ന കണ്ടന്റിൻ്റെ ക്വാളിറ്റി, അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാം ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൊണ്ട് ഡിസേബിൾ ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ല. അതായത് ഈ ഇൻസ്റ്റാഗ്രാമ് മേ ബി ചെയ്തില്ല, ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എന്തിനു ഈ കണ്ടന്റ് കാണണം എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് കണ്ടന്റുകളുണ്ട്. അതായത് എന്തിനാണെന്നോ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള കണ്ടന്റ് ആണെന്നുള്ള ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ട് എന്ന് പറയാൻ പറ്റാത്ത കണ്ടന്റുകൾ, വെറുതെ വാരി വലിച്ച് വീഡിയോ ചെയ്യുന്ന അങ്ങനത്തെ കുറേ കണ്ടന്റുകൾ, ക്വാളിറ്റി എന്ന് പറയുന്ന സാധനമില്ല. അപ്പം അങ്ങനത്തെ കണ്ടന്റ് ഞങ്ങൾ എന്തിനു കാണണമെന്ന് ആൾക്കാരും, അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്വാളിറ്റി എന്നുള്ളൊരു ഒരു കാറ്റഗറി അത് ഇൻസ്റ്റാഗ്രാമും ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കണ്ടന്റുകളിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് തിരിച്ചടിയാവൂലേ? അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബ് ഷോർട്സ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് റീലായാലും ഒരുപാട് ചവർ കണ്ടന്റുകൾ വരുന്നുണ്ടായി. അതിനകത്ത് വളരെ വൾഗറായിട്ടുള്ള അല്ലെ അഡൾട്ട് വരെയുള്ള വളരെ പച്ചയ്ക്ക് സംസാരിക്കുകയും കാര്യം ചെയ്യുന്ന കണ്ടന്റുകളുണ്ട് ആക്ച്വലി. അത് ബേസിക്കലി ഇപ്പം നമ്മൾ മുതിർന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും നമുക്കത് കുഴപ്പമില്ല. പക്ഷേ ഈ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അത് ശരിക്കും പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ബേസിക്കലി സമൂഹത്തിന് ഗുണമില്ല. അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ അഡൾട്ട് പ്ലാറ്റ്ഫോമുകളിൽ മാത്രം കൊടുക്കേണ്ട കണ്ടന്റുകൾ പോലും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവർ ശരിക്കും എന്തിനാണ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ പല ആളുകളും അതിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു റെഗുലേഷൻ അതോറിറ്റിയോ അല്ലെങ്കിൽ കണ്ടന്റുകൾ റെഗുലേറ്റ് ചെയ്ത് അതിനകത്തൊരു സിനിമയിൽ നമ്മളെ സെൻസർ ബോർഡ് ഒരു സെൻസറിങ് ശരിക്കും 100% ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വേണം ആക്ച്വലി. ഇപ്പം യൂട്യൂബിൽ ഇപ്പം കോപ്പ എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം നമുക്ക് ഓക്കെയാണ്, നമ്മൾ മുതിർന്ന ആൾക്കാർ. പക്ഷേ നമ്മൾ കാണേണ്ട കണ്ടന്റ് കുട്ടികൾ കാണേണ്ട ആവശ്യമില്ല. അപ്പം ചിലപ്പം മാതാപിതാക്കളുടെ ഫോൺ കുട്ടികൾ കൊടുക്കാം അല്ലെങ്കിൽ എടുത്ത് നോക്കാം. പക്ഷേ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് കിഡ്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ കുട്ടികളുടെ കണ്ടന്റുകളാണ് വരുന്നത് ആക്ച്വലി. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് സെറ്റിങ്സിലൊക്കെ മാറ്റി ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു നിലവിൽ അങ്ങനെ സെറ്റിങ്സ് ഉണ്ടോ എന്ന് എനിക്കറിയുന്നുണ്ട്. പക്ഷേ സെറ്റിങ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വളരെ 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 മോശം കണ്ടന്റുകൾ വരുന്നുണ്ട് ആക്ച്വലി. ശരിക്കും അത്തരം ഇൻഫ്ലുവൻസർമാർ ശരിക്കും സമൂഹത്തിന് തന്നെ ഒരുപാട് തെറ്റായ സന്ദേശവും അല്ലെങ്കിൽ തെറ്റായ കുറേ കാര്യങ്ങൾ വരും. പിന്നെ ഓരോ ആളുകളുടെയും ചാറ്റ് ചെയ്യുന്ന ഹിസ്റ്ററികൾ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് സജഷൻ വരുന്നത്. ഇപ്പം നമ്മളൊരു സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാണുന്നെങ്കിൽ പിന്നെ തുടരെ വരുന്നത് അത്തരം വീഡിയോകളാണ്. അപ്പം ഇൻസ്റ്റാഗ്രാം അൽഗോരിതം മനസ്സിലാക്കുന്നത് നമ്മളതിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം ആ കാണുന്ന ആളുകളുടെ ഇപ്പം കാണാതെ ഇരുന്നുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പറ്റും. പക്ഷേ ഈ സംഭവം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ ഒരു തരത്തിലും ഗുണമില്ലാത്ത കുറേ ചവർന്ന് പറയാവുന്ന കുറേ ഈ കണ്ടന്റുകളുണ്ട്. അത് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാർ സമൂഹത്തിന് പ്രത്യേകിച്ച് നല്ലതൊന്നും ചെയ്യുന്നില്ല. അത് ശരിക്കും മാറണത്. കാരണം അപ്പം ചിലപ്പോൾ ചോദിക്കും നീയൊക്കെ ഇരുന്ന് കാണുന്നില്ല, കാണുന്നുണ്ട്, നമ്മളിന്ന് കാണപ്പെടാം. പക്ഷേ
നമുക്കൊരു കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ട് ആക്ച്വലി. ഉറപ്പായിട്ടും. കാരണം അത് നമുക്കൊരു മാതാപിതാക്കളായിരിക്കുമ്പം ഈ കണ്ടന്റുകൾ പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് ചിലപ്പോൾ ചിന്തിക്കും. ഇപ്പം നമ്മുടെ ഫോണിൽ തന്നെ കാണാൻ നിർബന്ധമില്ല. ഈ കുട്ടികളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ആയിൽ നിന്നൊക്കെ ഇത്തരം കണ്ടന്റുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് ചിലപ്പോൾ കുട്ടികൾ അവർക്ക് ആ പ്രായത്തിലും കവിഞ്ഞ് പല കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ പല ചിന്തകളിലേക്കൊക്കെ തേടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കണ്ടന്റുകൾക്കും ഇത്തരം കണ്ടന്റുകൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാർക്കും ഒരു സെൻസറിങ് മസ്റ്റാണ് ആക്ച്വലി. കാരണം അത് ചെയ്യണം ആക്ച്വലി. അത് കാരണം അവരുടെ പേര് സൂചിപ്പിക്കുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. അവർ ഇൻഫ്ലുവൻസ് ചെയ്യും ആളുകളെ. അതൊക്കെ പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാം അത് കൊണ്ടുവരാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വേറൊരു ഓപ്ഷൻ ഞാൻ പറയാം. ഈ FBയിലെ ഫേസ്ബുക്കിൽ ഈ ഫേക്ക് അക്കൗണ്ട്, ഈ ഫേക്ക് അക്കൗണ്ട് നല്ല രീതിയിൽ ബാൻ ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു ഫേസ്ബുക്ക്. ഇപ്പൊ അത് കുറവാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാല് ഈ FBയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ FBയിൽ ഈ ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബാൻ ചെയ്യാൻ തുടങ്ങി ഫേസ്ബുക്ക്. പക്ഷെ ഇത് ബാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഫേസ്ബുക്കിന് മനസ്സിലായത് ഫേസ്ബുക്കിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ ഫേക്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്താണ് ഫേസ്ബുക്ക് അത് മനസ്സിലാക്കിയത്. അപ്പം അത് ചെറുതായിട്ടൊന്ന് പിന്മാറുന്ന അങ്ങനെ എനിക്കറിയില്ല, ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ സത്യം പറയാലോ, ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ റീച്ച് ആകുന്ന കണ്ടന്റ് നമ്മളിപ്പോൾ പറയുന്ന കണ്ടന്റുകളാണ്. ഒരു 18+ കണ്ടന്റുകളൊക്കെ നല്ല വ്യൂസ് ആയിരിക്കും ആക്ച്വലി. അപ്പം അതിന്റെ ഫലമായിട്ടാണ് ഇപ്പം ചില വ്ളോഗുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഫാമിലി വ്ളോഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ വ്ളോഗുകൾ വന്നിട്ടുണ്ട്. അവരിച്ചിരി അതായത് പൊതുവെ മലയാളികൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടും അത്തരം വ്ളോഗുകൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നതുകൊണ്ട് വളരെ ഒതന്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ ജെന്യുവനായിട്ട് കണ്ടന്റുകൾ ചെയ്യുന്ന ക്രിയേറ്റർമാർക്ക് വ്യൂസ് ഇല്ല. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ പോലെ പല ക്രിയേറ്റർമാരും ഈ പരിപാടി നിർത്തി പോകാമെന്ന് വിചാരിക്കുന്നത് ആക്ച്വലി. ഞാനിപ്പോ പറഞ്ഞ മൗഗ്ലിന്റെ നിങ്ങൾക്കറിയാം, ഞാൻ കണ്ടുണ്ട്. ഇഷ്ടപ്പെടും. പുള്ളി ചാടി മറിഞ്ഞു വന്ന് കുറെ കണ്ടന്റുകൾ ചെയ്യുന്നതാണ് ആക്ച്വലി. ഞാൻ ആലോചിക്കുന്നത് അയാൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് ഒരു കണ്ടന്റ് ചെയ്യുന്നത്. അതിപ്പോ കാണാൻ ആൾക്ക് താല്പര്യമില്ല. പിന്നെ ബ്രോ വേറൊരു മനസ്സിലായ കാര്യം, ഇപ്പം ലോങ് വീഡിയോകളുടെ അറ്റൻഷൻ കുറഞ്ഞ ആക്ച്വലി. കാരണം 15 സെക്കൻഡിൽ അല്ലെങ്കിൽ 20 സെക്കൻഡിൽ ഒരു കണ്ടന്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്ന സമയത്ത് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു 15 സെക്കൻഡിൽ നമ്മളത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ ഈ 15 മിനിറ്റ് കാണാൻ വേണ്ടി ആരും മെനക്കെടാറില്ല. അപ്പൊ ഈ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. അപ്പം ലോങ് വീഡിയോസിനെക്കാളും ഷോർട്ട് വീഡിയോസിലേക്ക് ആളുകളുടെ മനസ്സിലായി. ഇപ്പം നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നോക്കുവാണെങ്കിൽ പണ്ടൊക്കെ ഒരു പാട്ട് 5 മിനിറ്റ് 6 മിനിറ്റൊക്കെയാണ് പാട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് താഴെ അല്ലെങ്കിൽ 2.5 മിനിറ്റിലേക്കാണ് പാട്ടുകൾ തീരുന്നത്. ഇപ്പം പല്ലവി അനുപല്ലവി ചരണം എന്നൊക്കെ ഇപ്പം ചരണമൊന്നും ഇല്ല ആക്ച്വലി. ഒരു 3 മിനിറ്റിൽ പാട്ടുകൾ തീരുവാണ്. കാരണം 6 മിനിറ്റ് ആകുമ്പോൾ ആൾക്കാർ ഇത് ലാഗാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഈ യന്ത്രയുഗത്തിൽ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ആളുകളും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ആ സ്പീഡ് എല്ലാത്തിലും വന്നു ആക്ച്വലി. നമുക്ക് മെനക്കെടല്ലേ. പണ്ടൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്, പണ്ട് ഒരു നെറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരു പേജ് ലോഡാകാൻ വേണ്ടി ഇങ്ങനെ ബ്രൗസിംഗ് എന്ന് പറഞ്ഞ സാധനം കാണണം. ഇപ്പം ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5G ഓൺ ദ സ്പോട്ടിൽ സാധനം പ്ലേ ആകണം. ഇല്ലെങ്കിൽ നമ്മൾ പറയും, നമ്മളും ക്ഷമിക്കാൻ തയ്യാറല്ല. കാരണം അത് കാലഘട്ടത്തിൽ സ്പീഡ് മാറിപ്പോയി ആക്ച്വലി. ടൈം നമുക്ക് പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാകില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളത് മെനക്കേടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സമയമില്ല, എല്ലാവർക്കും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വേണം ആക്ച്വലി. ഞാനത് ഈ പോഡ്കാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പലരും പറയുന്നത് അത് ഈ അരമണിക്കൂറൊക്കെ ഇരുന്നിങ്ങനെ കാണുകയെന്ന് വെച്ചാൽ ഈസിയല്ല. ആ സമയത്താണ് നിങ്ങൾ പറഞ്ഞ സ്പോട്ടിഫൈ. ഈ പോഡ്കാസ്റ്റ് പലരും കാണുന്നത് സ്പോട്ടിഫൈയിലാണ്. അത് ഞാൻ തന്നെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണല്ലോ, അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പാട്ട് കേൾക്കുന്നതിന് പകരം സ്പോട്ടിഫൈ നല്ല രീതിയിൽ പോഡ്കാസ്റ്റ് എടുത്തിട്ട് കേൾക്കും, എന്നിട്ട് പറയുന്നത്. അതിന്റെ കൂടെ നമുക്ക് കുറെ നോളജ് കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ അതായത് ചെറിയ ടൈം യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഓരോ കണ്ടന്റ് ഇങ്ങനെ വാച്ച് ചെയ്ത് പോകുന്നത്. അതായത് ലോങ് ടൈമിൽ ഒരു കണ്ടന്റ് ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ, അതായത് യൂട്യൂബിൽ ഒരു 1000 വ്യൂസ് ഉള്ള കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 30 സെക്കൻഡിൽ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മില്യൻസ് അടിക്കാം. ദിവസം കൊണ്ട് മില്യൻസ് അപ്പോൾ അതുകൊണ്ട് ഡിഫറെന്റ് അവിടെ വരുന്നുണ്ട്. പല ക്രിയേറ്റർമാരും ലോങ് വീഡിയോസ് ചെയ്യുന്നത് കുറച്ചു ആക്ച്വലി. ഇപ്പം എല്ലാവരും ഷോർട്സ് ആണ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പം ഷോർട്സിന്റെ അൽഗരിതം വ്യത്യസ്തമായിരിക്കും, ലോങ് വീഡിയോസിന്റെ അൽഗരിതം വ്യത്യസ്തമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഈ പറഞ്ഞ റീലുകളൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരു പ്രാക്ടീസായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനും കുറേ കണ്ടന്റുകൾ ചെയ്തത്, അതെല്ലാം ലോങ് വീഡിയോസിലേക്ക് ഞാൻ പോയില്ല. ഞാൻ ചെയ്തതെല്ലാം ഷോർട്സ്
കോഴ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ്, ഇപ്പോൾ മ്യൂസിക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് മ്യൂസിക് പബ്ലിഷിംഗ് അല്ലെങ്കിൽ മ്യൂസിക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ബിഗിനേഴ്സിന്, കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടന്റുകൾ ചെയ്യുന്നത് ആക്ച്വലി. അപ്പം അതിനകത്ത് റെസ്പോൺസ് കിട്ടുക. അപ്പം എനിക്കതിനകത്ത് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയില്ല, കാരണം എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് വളരെ ചെറുതാണ്. അവർ മാത്രമേ കാണണ്ടുള്ളൂ, അല്ലെങ്കിൽ സാധാരണക്കാരന് കേട്ടാൽ മനസ്സിലാകണമെന്നില്ല, അവർ കാണേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവർ DM ചെയ്യാറുണ്ട്, ചേട്ടാ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കൺസൾട്ടിങ് തരാമോ എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ പല ആളുകൾ നമ്മുടെ കൺസൾട്ടിങ് എടുക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ഓണർ ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് വീഡിയോസും ഒക്കെ ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അത് പേഴ്സണൽ ബ്രാൻഡിങ്ങും അതോടൊപ്പം തന്നെ നമുക്കൊരു സെയിൽസും, അല്ലെങ്കിൽ സെയിൽസ് ഇല്ലാതെ ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സെയിൽസിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ, കാരണം AI കാലഘട്ടമാണ്, ഇതൊക്കെ എത്ര കാലം വരെ ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഉള്ള കാലം വരെ നമ്മൾ ഇതിനകത്ത് ആക്റ്റീവ് ആകുക, അടുത്ത സംഭവം എന്താ വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ചാടുക എന്നുള്ളത് ചെയ്യാനുള്ളൂ. ഓക്കെ, ഷുവറായിട്ടും. അപ്പോൾ കണ്ടന്റ് ക്വാളിറ്റീൻ്റെത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അതായത് കണ്ടന്റ് ക്വാളിറ്റി നമ്മൾ നോക്കണം. അതായത് കണ്ടന്റ് ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടന്റ് ക്വാളിറ്റിനെ പറ്റിയിട്ട് ആൾക്കാർ ചിന്തിച്ച് കഴിഞ്ഞാൽ മേ ബി എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന ചവറ് വീഡിയോസ് ഈ ഇത്തരം വൾഗർ വീഡിയോസൊക്കെ ചിലപ്പോൾ ആൾക്കാർ കാണാം, പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത്തരം വീഡിയോസിൻ്റെ കൂടെ തന്നെയാണ് നമ്മളും ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് കണ്ടന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇതും നല്ല രീതിയിൽ റീച്ചാക്കി എടുത്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എത്തണമെങ്കിൽ ഈ ഓഡിയൻസിൻ്റെ ചിന്തയിൽ മാറ്റം വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതായത് ഇത്തരം കണ്ടന്റുകളെക്കാൾ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് ആകുന്ന ഇൻഫോർമേറ്റീവ് കണ്ടന്റുകളിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഓഡിയൻസ് കൂടിയാൽ മാത്രമേ നമുക്ക് ഇത്തരം കണ്ടന്റുകൾ ചെയ്തിട്ട് കുറച്ചും കൂടി ബെറ്ററായിട്ട് നമ്മളെ ബിസിനസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കണ്ടന്റ് ഇടുന്ന സമയത്ത് ഇപ്പോഴത്തെ ഓഡിയൻസ് കൂടുതലും ഇത്തരം കണ്ടന്റ്സിന്റെ പുറകെയാണ്. അതായത് നമ്മളിപ്പോൾ അതിന്റെ കൂടെയാണ് നമ്മൾ ഈ ക്വാളിറ്റിയുള്ള കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിക്കോട്ടെ, ബിസിനസ് റിലേറ്റഡ് കണ്ടന്റ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടന്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വേണ്ട വിധത്തിലുള്ള റെസ്പോൺസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി? ബ്രോ, ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിടത്തോളം ഇപ്പോൾ ഒരു 1000 പേര് കാഴ്ചക്കാരുണ്ടെങ്കിൽ ഈ 1000 പേര് നമ്മുടെ ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ താല്പര്യമുള്ള ആൾക്കാരല്ല. അപ്പോൾ ആ 1000 പേരും തൃപ്തിപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല ആക്ച്വലി. അപ്പോൾ ആ 1000 പേർക്കകത്തൊരു 100 പേരുണ്ടാവുള്ളൂ നമ്മൾക്ക്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആക്ച്വലി. അപ്പം ഈ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ മുന്നിൽ നമ്മുടെ വീഡിയോയും മറ്റു പല വീഡിയോയും വരുന്നുണ്ടാവും. ഇപ്പം മറ്റു പല നോർമലി നമ്മൾ ഫ്രീ ടൈമിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന പല വീഡിയോസും വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോസ് വരണ്ടേ? അപ്പം ഒരു ചെറിയ താല്പര്യമുണ്ട്, എൻ്റെ വീഡിയോ വന്നു അന്ന് മിണ്ടി കളഞ്ഞേക്കാന്ന് ഓർത്തുകൊണ്ട് ഇൻബോക്സിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ DM-ലേക്കോ വാട്സപ്പിലേക്കോ വരുന്ന ആൾക്കാരെ അവർ കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അവർ ചിലപ്പോൾ ചെറിയ താല്പര്യം ഉണ്ടാവുള്ളൂ ആക്ച്വലി. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യുക. അപ്പം ശരിക്കും പറയാം, നമുക്ക് അത്രത്തോളം താല്പര്യമുള്ള ആളുകളെ കിട്ടുക എന്നുള്ളതാണ് മെയിൻ കാര്യം ആക്ച്വലി. അപ്പം നമുക്ക് അങ്ങനെ സമയത്ത് നമുക്ക് എന്താ പലതരത്തിലുള്ള ക്യാമ്പയിൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. മെറ്റാ ആർട്സ് പോലുള്ള ക്യാമ്പയിൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ സെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധ്യത ഒരാൾ വരുമ്പോഴത്തേനും അയാൾക്കൊരു പ്രീ ക്വാളിഫയിങ് ഒരു സെക്ഷൻ കൊടുക്കുക ആക്ച്വലി. അതായത് ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന സമയത്ത് പല പരസ്യങ്ങളും കാണും. കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പേര്, ഫോൺ നമ്പർ, കാര്യങ്ങൾ കൊടുക്കും. താല്പര്യമുണ്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് വരും. അപ്പം ചില ആൾക്കാർ ചുമ്മാ കൊടുക്കുക, എന്നാൽ പേര് കൊടുത്തേക്കല്ലേ. ഇപ്പോൾ ഉദാഹരണം ഒരു ബെഡിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്, ബെഡിൻ്റെ പ്രൊഡക്റ്റിന് ഓരോരുത്തരും അങ്ങനെ പേരെല്ലാം ഫില്ല് ചെയ്തു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വിളിക്കും, സാർ ഒരു ബെഡിന് ഓർഡർ ചെയ്ത് അത് ഞാനിപ്പോൾ നോക്കുന്നില്ല, താല്പര്യമില്ല, ഞാൻ പിന്നെ നോക്കാം, അങ്ങനെ പറഞ്ഞ് ഇത് റിജക്റ്റ് ആയി പോകും. അപ്പം ആ സമയത്ത് എത്രമാത്രം താല്പര്യം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ആ ഫില്ല് ചെയ്യുന്ന സ്ഥലത്ത് ഇച്ചിരി കൂടി കഠിനമാക്കുക. ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടി കൊടുക്കുക. അതായത് ഇപ്പം സാറ് ഇപ്പം നിലവിൽ കിടക്കുന്ന ടെസ്റ്റ് ഏതാണ്, ബെഡ് ഏതാണ്, അല്ലെങ്കിൽ സാറ് നടുവേദനയുണ്ട്, ഇങ്ങനെ കുറച്ച് പ്രീ ക്വാളിഫയിങ് സെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത്രത്തോളം താല്പര്യമുള്ളവ മാത്രമേ ഫില്ല് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യും, അനാവശ്യമായിട്ട് അവിടെ തന്നെ ഒഴിവായി കിട്ടും.
ഒഴിവാക്കിയിട്ടു. അതായത് നമ്മളെ അത്തം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ പോഡ്കാസ്റ്റ് ഫീച്ചർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിനുവേണ്ടി ഏതറ്റവും പോകും. അല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാം. ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കും, ചേട്ടാ എവിടെയാണ് സ്ഥലം? ഞാൻ കൊച്ചിയിലാണ്. അയ്യോ ഞാൻ കോഴിക്കോടാണ്, എനിക്ക് വരാൻ പറ്റില്ല. അവനങ്ങ് പോകും. പക്ഷേ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ വെക്കും, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വെക്കും, നമ്മുടെ അബൌട്ട്. കാരണം അങ്ങനെയുള്ള ആൾക്കാരാണ് കൺവേർട്ട് ചെയ്ത് വരേണ്ടത് ആക്ച്വലി. അപ്പോൾ അതിനകത്ത് ഈ മറ്റ് ചവറുകൾ കണ്ടെന്നോർത്തോണ്ട് അവരല്ല വരേണ്ട ആക്ച്വലി. അപ്പം നമ്മുടെ കസ്റ്റം ഓഡിയൻസ് ഏതാണ്, ടാർഗറ്റ് ഓഡിയൻസ് ഏതാണെന്ന് തിരിക്കുക. ആ ടാർഗറ്റ് ഓഡിയൻസിനകത്ത് ക്വാളിറ്റി ഉള്ള ലീഡുകൾ നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ മെറ്റാഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, എനിക്ക് ഒരു ദിവസം 100 മെസ്സേജ് വരണം അല്ലെങ്കിൽ 500 മെസ്സേജ് വരണം. എന്ത് കാര്യം? ഒരു കാര്യമില്ല. കൺവേർട്ട് ആകുന്ന 10 പേരെ കിട്ടിയാൽ മതി. ഞാൻ പറയാലോ, ഞാനിപ്പോൾ ഈ ആപ്പിൻ്റെ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ജസ്റ്റ് പോസ്റ്റേഴ്സ് വെച്ചിട്ട് ചെയ്തത്. സത്യം പറയാൻ എനിക്ക് അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മേ ബി എൻ്റെ ഒന്നുകിൽ കണ്ടൻറ്റിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ കാണുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഈ ഒരു സർവീസ് ഞാൻ ഉപയോഗിച്ച് കളയാൻ ആൾക്ക് ചിന്തിക്കണമെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഒരു ബെറ്റർ അല്ലെങ്കിൽ ബെനിഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു തോന്നൽ വേണം. അത് ഞാൻ മനസ്സിലാക്കിയൊരു ബ്രോ. ആക്ച്വലി ഇപ്പം ഞാനായാലും ചെയ്ത് നോക്കിയിട്ട് ഇപ്പം പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും കോച്ചുമാരൊക്കെ പറയും, നമ്മൾ ഒരു സമൂഹത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ആക്ച്വലി. ബ്രോഡ് ആപ്പ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതാണ്. പക്ഷെ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് തോന്നിക്കണം ആക്ച്വലി. അയ്യോ ഞാൻ ഇത് നോക്കിയിരുന്നു. ഞാൻ പല ആടുകളും കാണുമ്പോൾ അങ്ങനെ ചില പ്രൊഡക്റ്റുകൾ എൻ്റെ മുന്നിൽ തരും. വർഷങ്ങളാണ് ഞാൻ നോക്കിയിരുന്ന പല സാധനങ്ങളും. അയ്യോ ഈ പ്രൊഡക്റ്റ് ഞാൻ നോക്കിയിരുന്നാണല്ലോ. അങ്ങനെ ഒരു പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾക്ക് അതിരാവിലെ എണീക്കണമെങ്കിൽ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം മെലിയാൻ വേണ്ടി ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ക്ലാസ്സുകളുണ്ട്. പക്ഷെ അതിനകത്ത് കൊടുക്കുന്ന ഹുക്ക് ഇല്ലേ, നമ്മുടെ ടൈറ്റിൽ, അത് നമ്മളെ ഇങ്ങനെ പിടിച്ചിരുന്നൊരു സാധനമായിരിക്കണം. അതെ. ഇപ്പോൾ ചിലപ്പോൾ പറയും, ഉദാഹരണം ഇപ്പോൾ കഷണ്ടിയുടെ ഒക്കെ ചില പരസ്യം വരും, അതായത് നമുക്ക് ഹെയർ ഫിക്സ് ചെയ്ത് കൊടുക്കപ്പെടാം, ഇന്നൊരു സാധനം വേണമെങ്കിൽ വളരെ ഡയറക്റ്റായിട്ട് എഴുതാം. പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഒരു കഷണ്ടി കാരണം മറ്റുള്ളവരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നിങ്ങൾ നാണക്കെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ, നിങ്ങൾ ഒറ്റയ്ക്കായ പോലെയൊക്കെ, അങ്ങനെയൊക്കെ ഒരു ഇമോഷണലി സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അയ്യോ ഇതെൻ്റെ പ്രശ്നമാണല്ലോ, എൻ്റെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആണല്ലോ ഉള്ളത്. അതിപ്പോൾ പ്രൊഡക്റ്റ് ആകാം, സർവീസും ആകാം. അപ്പം ഞാനിപ്പോൾ പല മ്യൂസിഷ്യന്മാരും നേരിടുന്ന പ്രശ്നമായിരിക്കും, അവർ പല സ്ഥലത്തും സ്റ്റക്കായിരിക്കും. പാട്ടൊക്കെ ചെയ്തു വെച്ചു, ഇതെങ്ങനെ വരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതെങ്ങനെ ലേബലിന് പിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അങ്ങനെ ഒരു പ്രോബ്ലത്തെയാണ് ഞാൻ സോൾവ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ അത് എല്ലാ ഫൗണ്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ എന്റർപ്രണർമാരും, നിങ്ങളെ വീഡിയോസ് കാണുന്ന എല്ലാവരും നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിരിക്കില്ല. പക്ഷെ നമുക്ക് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ടാർഗറ്റ്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തുമെന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതായത് എത്ര ദിവസം കൊണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പെയ്ഡ് ആഡുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ആക്ച്വലി. കാരണം അതിൽ നമുക്ക് ഡെമോഗ്രാഫിക്സും ഓഡിയൻസും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സ്വാഭാവികമായിട്ട് ഒരു പൊതുസമൂഹത്തിലേക്ക് ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ആൾക്കാരും കാണും. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീഡിയോസ് കാണും, പക്ഷെ അവർ മറ്റൊരു ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവൻ്റെ സുഹൃത്തുക്കൾ അവർ ലൈക്ക് ചെയ്യും. അവരെ സംബന്ധിച്ച് ആ കണ്ടന്റ് അവർക്ക് മനസ്സിലാകുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആക്ച്വലി, അല്ലാതെ ആ കണ്ടന്റ് അവർക്ക് മനസ്സിലായതുകൊണ്ടല്ല. അവരുടെ സുഹൃത്തുക്കളിലും ഈ പറഞ്ഞ പോലെ മ്യൂസിഷ്യന്മാരൊന്നും ഉണ്ടാകില്ല. പക്ഷേ അതൊരു സന്തോഷം അറിയിക്കുന്നതാണ് ആക്ച്വലി. പക്ഷെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ചെയ്യണമെങ്കിൽ നിരന്തരമായിട്ട് കണ്ടന്റുകൾ ചെയ്ത്, ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ ചെയ്ത്, നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത്, അങ്ങനെ ടാർഗറ്റ് ഓഡിയൻസ് നമുക്ക് ഉണ്ടാക്കപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത്. പിന്നെ കൂടുതലും ടാർഗറ്റ് ഓഡിയൻസ് അപ്പോൾ എന്ത് ചെയ്യും, റിയൽ ആയിട്ടുള്ള കണ്ടന്റുകൾ കണ്ടിട്ടുള്ള ഫോളോവേഴ്സ് വരും. ഇപ്പം എൻ്റെ ഫോളോവർ എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയും അച്ചമ്മയും നാട്ടുകാരൊക്കെയാണ് ആക്ച്വലി. അവർ നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. അപ്പം റിയൽ ആയിട്ടുള്ള ഫോളോവർ വരണമെങ്കിൽ കണ്ടന്റുകൾ ഡെയിലി പോസ്റ്റ് ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുക, ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം ആക്ച്വലി. അപ്പോൾ റിയൽ ഫോളോവേഴ്സ് വരും. അങ്ങനെയാണ് ഈ ടാർഗറ്റ്. ഇപ്പം ഓട്ടോ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം ചാനലിനകത്ത് കൂടുതലും വണ്ടിയോട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയല്ലേ വന്നിട്ട് കാര്യമുള്ളൂ. അപ്പം അദ്ദേഹം പറയുന്ന കണ്ടന്റുകൾ അവർക്കല്ലേ മനസ്സിലാവുള്ളൂ. അപ്പം തുടക്കത്തിലും അദ്ദേഹം ഓട്ടോ വ്ളോഗ് ചെയ്യുന്ന 1 മില്യൺ ഉള്ള ഒരു വ്യക്തിയും തുടങ്ങിയിരിക്കുന്ന ഒരു ഫോളോവറിൽ നിന്നാണ്.
നമ്മളും തുടങ്ങിക്കുന്ന ഒരു ഫോളോവർ അവർക്ക് 1 മില്യൺ എല്ലാ ഫോളോവർ തുടങ്ങുന്നു ആദ്യം ഒരെണ്ണാകണ്ടേ. അതൊക്കെ തന്നെയാണ്. അപ്പൊ പിന്നെ അവർ കണ്ടിന്യൂസിൽ കണ്ടന്റുകൾ ചെയ്യും. നമ്മൾ പിന്നെ അത് അയ്യോ അവർക്ക് ഒത്തിരി ഫോളോവർ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ അസൂയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് വളരെ ചെറുതാണെങ്കിലും അതിനെക്കുറിച്ച് ബോധം പോവാന്നുള്ള മാത്രമേ ഉള്ളൂ. ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തുന്ന സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് പോകാന്ന് ടാർഗറ്റ് ഓഡിയൻസ് നമുക്ക് വിശാലമാക്കുക, അതിന് ഗ്രോത്ത് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് നമുക്കൊരു കമ്മ്യൂണിറ്റി, അതായത് ഈ ഫോളോവറെന്നോ അല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബറെന്നോ ഇതൊക്കെ പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ് ആക്ച്വലി. അപ്പോൾ ട്രൈബ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ആക്ച്വലി. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റും സെയിൽ ചെയ്യാനും എന്ത് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് പല യൂട്യൂബേഴ്സും ഇന്ന് പല ബിസിനസ്സും തുടങ്ങിയിട്ട് അവർക്ക് ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ആക്ച്വലി. അതൊരു നല്ല രീതിയിലുള്ളൊരു അപ്രോച്ച് ആണ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മളൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു ബ്രാൻഡ് ഉണ്ടാക്കുന്നു, ആ രീതിയിൽ പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ട്രെൻഡായിട്ട് കിടക്കുന്ന ഈ യങ് ഓൺടർപ്രണേഴ്സ് പലരും അങ്ങനെ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഡോക്യുമെന്റേഷൻ, ആ രീതിയിൽ എന്ത് ചെയ്യും, പിന്നെ നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്, ആ രീതിയിൽ ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് സോഷ്യൽ പ്രൂഫ് ആണ് ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഇത് ഡോക്യുമെന്റ് ചെയ്യാന്ന് തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ എന്നോട് പലരും പറയാറുണ്ട് ഇതുപോലെ ചെയ്താൽ പോരെ. കാര്യത്തിൽ എന്താ അഭിപ്രായം? അതായത് മറ്റുള്ളവർ ചെയ്യുന്ന അതേപോലെ നമുക്കും ചെയ്യാം, അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നത് സിമ്പിളായിട്ട് പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഞാൻ ചെയ്യുന്നു, ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, ഞാനൊരു ബ്രാൻഡ് തുടങ്ങാണ്. അതേപോലെ സെക്കൻഡ് ഞാൻ അതിൻ്റെ ഒരു പേര് കണ്ടെത്തി സോഫ്റ്റ്വെയർ ഒരു ഡോക്യുമെന്റ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ മറ്റൊരാൾ ഇത് കണ്ടിട്ട് ഇതേപോലെ ഞാനും ചെയ്താൽ സത്യം പറഞ്ഞാൽ എനിക്കതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഇയാളെ കണ്ടിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കും കൂടി ഒരു താല്പര്യം വേണ്ട അതിൽ. താല്പര്യം വേണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കഥ പറഞ്ഞില്ലേ, അത് താല്പര്യമില്ലാതെ മറ്റൊരാൾ ചെയ്യുന്ന കണ്ടിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് സാധനം പൊളിഞ്ഞു പോയത് ആക്ച്വലി. അപ്പം വേറൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് ചെയ്യാം, അയ്യോ വേറൊരാൾ ചെയ്ത സാധനമല്ലേ, അങ്ങനെയൊന്നും ഇല്ല. അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മുടെ രീതി ചെയ്യാലോ. അല്ലാതെ ഇപ്പം ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് താല്പര്യം ഇല്ലാത്ത സംഭവം അതേ ഒരു സാധനം പറിച്ചു വെക്കാനല്ല പറഞ്ഞേ. നമ്മൾ അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കില്ലല്ലോ, അതാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്കൊരു താല്പര്യം വേണം, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അയക്കണം ആക്ച്വലി. പിന്നെ നമുക്കെന്താ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം അതിനെ അഡോപ്റ്റ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല ആക്ച്വലി, മനസ്സിലല്ലേ? പക്ഷെ ആ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രൊഡക്ഷനകത്ത് നമ്മുടേതായിട്ടുള്ള എഫേർട്ട് വേണ്ടി വേണം ആക്ച്വലി. നമ്മൾ 100% അതിൽ കോൺട്രിബ്യൂട്ട്, അല്ലാതെ ഇപ്പം ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം ചെയ്യാം. അപ്പൊ ഒരാൾ ചെയ്താണ് ഈ പാറ്റേൺ ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെ വിചാരിക്കേണ്ട. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺ അത് ഒരുപാട് പേര് ചെയ്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പഴയതൊരു സാധനം പിടിക്കണം നിർബന്ധമില്ല. ഒരാൾ ചെയ്തൊരു നല്ലൊരു പാറ്റേൺ ആണെങ്കിൽ നമുക്ക് ചെയ്യുന്നത് എന്താ കുഴപ്പം? നമ്മുടെ അങ്ങനെ എല്ലാവരും അങ്ങനെയല്ലേ ഓരോരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. അതിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയല്ലേ വരുന്നത് ആക്ച്വലി. നമ്മളൊരു ഫോളോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി എഫേർട്ട് എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള സിസ്റ്റം വേണമെങ്കിൽ ബിൽഡ് ചെയ്യുക ആക്ച്വലി. അപ്പം അതിനെക്കുറിച്ചുള്ള റിസർച്ച് നിങ്ങൾ നടത്തിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് നമുക്ക് ഇഷ്ടമുള്ള മേഖലയാണോ, നമുക്ക് മടി കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണോ നോക്കിയിട്ട് മാത്രം നോക്കുക. പിന്നെ അത് ചെയ്യുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഏരിയ ആണ് എന്നുള്ളത് തോന്നി ഞാൻ അങ്ങനെ മനസ്സിലാക്കിട്ടോ. അപ്പം അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിനെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം 100% ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി നമ്മളൊരു മീറ്റപ്പ് വെച്ചിരുന്നു. അപ്പോൾ അതിന് ഒരു 1.5 മാസക്കാലം നമ്മൾ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നു, ഉറക്കളയ്ക്കാതിരിക്കുന്നു. പക്ഷേ അത് അപ്പോഴും അതിൻ്റെ ഔട്ട് എങ്ങനെ വരും, അതെങ്ങനെ സക്സസ്ഫുൾ ആകും എന്നുള്ളൊരു പാഷനും അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഭയങ്കര ഒരു അതിശോക്തി ഉണ്ടാവും. ഇത് എങ്ങനെയായിരിക്കും അത് ചെയ്യണം. ആ റിസൾട്ടിനെ കുറിച്ച് നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടി ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരെ പോലുള്ള ആൾക്കാർക്ക് പറയുന്നുണ്ട്. നമ്മളിപ്പം 1 രൂപ പോലും കിട്ടാതെയും നമ്മളത് എത്ര ചെയ്താലും മടുക്കാതെയും വിശപ്പില്ലാതെയും അങ്ങനെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മുടെ പാഷൻ. അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം മനസ്സിലായി ഇതിൻ്റെ പാഷൻ. വേറെ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ മടുക്കും. ഞാനൊക്കെ അല്ലാതെ ഒരു കാര്യം ചെയ്യാൻ മടിയാണ്, മനസ്സിലായില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യുമ്പം എൻ്റെ വൈഫ് പറയും, ചേട്ടാ കിടന്ന് ഉറങ്ങ്. ഞാൻ ഉറങ്ങുമ്പോൾ പോലും ഇങ്ങനെ അതെങ്ങനെ വരും ഞാൻ തന്നെ എന്നോട് സംസാരിക്കാറുണ്ട് ആക്ച്വലി. നമുക്ക് ആ സാധനം ഇങ്ങനെ ചെയ്യാം. ഓൾറെഡി അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ പണ്ട് ചെറുപ്പത്തിലൊരു ശീലം ഉണ്ടാകും. ഞാനിങ്ങനെ നടന്നു പോകുമ്പം
പൊതുവെ ഞാൻ എന്നോട് തന്നെ ചില അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. കാരണം ഈ പരിപാടി എങ്ങനെ ചെയ്താൽ ഞാൻ സൈക്കോളജിയിൽ എന്തെല്ലാം ഒരു സംഭവം ഉണ്ടെങ്കിൽ ആയിരിക്കും. പക്ഷേ അപ്പം നമ്മുടെ നാട്ടിലേക്ക് അറിവാണ്. അപ്പം നാട്ടിലുള്ള പണ്ട് കുറേ ചേട്ടന്മാരൊക്കെ പറഞ്ഞു വട്ടാട്ടോ ഇവൻ തന്നെ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും എന്നോട് സംസാരിക്കണം, ഞാൻ എന്നോട് തന്നെ സജഷൻ ചോദിക്കാറുണ്ട്. നമ്മള് ആക്ടിങ്ങിനൊക്കെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മള് പറയും കണ്ണാടിയിലൊക്കെ പറയും. ഓക്കെ, ആ രീതിയിൽ അത് നോർമലി ഉള്ളതാണ്, അത് പലർക്കും ഉണ്ട്. അപ്പം ഞാൻ ചില സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവരും അങ്ങനെയാണ്. കാരണം അത് എനിക്ക് ചോദ്യങ്ങൾക്ക് ചോദിച്ച ഉത്തരം കിട്ടാനും എൻ്റെ പ്രൊഡക്ടിവിറ്റിനെ കൂട്ടാൻ വേണ്ടി അത് നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ആൾക്കൂട്ടത്തിൽ നടുക്ക് നിന്ന് സംസാരിക്കുമല്ല. അപ്പം ഞാനത് വളരെ ആസ്വദിക്കുന്നുണ്ട്, എനിക്കത് പാഷനോട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്. അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, നമ്മൾ പാഷന് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നമ്മൾ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ് സ്റ്റാർട്ടിങ്, അത് കഴിഞ്ഞിട്ട് സ്ട്രഗ്ലിംഗ് സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്രോത്തിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ സ്ട്രഗ്ലിംഗ് സ്റ്റേജിന് ഒരു ചിലപ്പോൾ ഒരു നമ്മളെ എന്താ പറയുക ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊരു ലിമിറ്റ് വെക്കും. ഇത്ര ടൈം വരെ നമുക്ക് സ്ട്രഗിൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിലരെ ലൈഫിൽ അങ്ങനെ ഉണ്ടാവും. കാരണം നല്ല രീതിയിൽ ഒരുപാടൊന്നും സ്ട്രഗിൾ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് പോകുന്നത് ചിലപ്പോൾ ആള് ഫെയിലാവാനും ചാൻസ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഗ്രോത്തിലോട്ട് മാത്രമേ പോകാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല, ഫെയിലാവാനും ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഈ പലരും പറയുന്നുണ്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് പോക്കോ നമ്മളെന്തായാലും എത്തിപ്പെടുന്നൊക്കെ പറയും. പക്ഷെ അത് എത്രത്തോളം, അതായത് ഒരു സ്ട്രഗിൾ ചെയ്യുന്നതിന് ഒരു ലിമിറ്റില്ലേ. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സ്ട്രഗ്ലിംഗ് സ്റ്റേജ്, അത് കഴിഞ്ഞ് ഗ്രോത്തിലോട്ട് എത്തുന്നു. അപ്പോൾ ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേജിന് ഒരു ലിമിറ്റ് വെക്കേണ്ടതാണ്. അതായത് ഇപ്പോഴും എന്താ പറയുക തുടങ്ങി ഒരുപാട് കാലം സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ പോകുന്ന ഒരുപാട് ബിസിനസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ജോബിൻ്റെ കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ പഠിച്ച് എന്നിട്ടും നല്ല രീതിയിൽ നമ്മളൊരു പൊസിഷനിലോട്ട് എത്തുന്നില്ല, വീണ്ടും സ്ട്രഗിളിങ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ലിമിറ്റ് വെക്കുകയാണ്. അതായത് ഇന്ന ലിമിറ്റ് ഇത്ര സ്ട്രഗിൾ ചെയ്തിട്ടും നമ്മളത് സക്സസ് ആയില്ല എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയില്ലെങ്കിൽ എന്താ പറയുക നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മളത് അത് 100% പറയാൻ പറ്റില്ല, നിങ്ങളെ കിട്ടിയതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ KFCന്റെ ഒക്കെ പറയണ്ടല്ലോ. അതെ, അതിന് ശരിക്കൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മാനദണ്ഡം വെക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് ഇപ്പോൾ ഉദാഹരണം ഇപ്പം ഈ ബിസിനസ് വിദഗ്ധന്മാർ പറയാം, നിങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് 10 മുതൽ ഒരു 12 വർഷം വരെ അത് നിങ്ങൾക്ക് നോക്കാം, അതിനുശേഷം അത് നോക്കിയില്ലെങ്കിൽ അതൊരു ഫെയിലാകാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ സാധ്യതകൾ ഇതാണ്, അല്ലെങ്കിൽ അതിൻ്റെ വശങ്ങൾ, അതിൻ്റെ ചില സയൻസുകൾ കാണിക്കും, അങ്ങനെയാണ് ചിന്തിച്ചോ. അങ്ങനെ നമുക്കൊരു ശാസ്ത്രീയപരമായ പഠനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ ശാസ്ത്രീയ പഠിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്തായാലും ഇത് മടുക്കുന്നത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമ്മളിത് എൻജോയ് ചെയ്ത് ചെയ്യുന്നു, സ്ട്രഗ്ലിംഗ് എൻജോയ് ചെയ്യുന്നു, അതേപോലെ എത്രത്തോളം ഇത് പോകാൻ പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെരിമെന്റ് ആണ്. അല്ല ഇപ്പം അങ്ങനെ ബ്രോ ആക്ച്വലി നമുക്കൊരു മുൻവിധിയോട് കൂടി കാര്യങ്ങളെ സമീപിക്കാൻ പറ്റില്ല. അപ്പം ഏതൊരു മഹാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടിരിക്കുന്നത്, അതായത് നാളെ എന്താകുമെന്നുള്ളത് നമുക്കറിയാമെങ്കിൽ നമ്മളെല്ലാവരും ഭ്രാന്തന്മാരായി പോകും. നാളെ നമ്മൾ പറയും നാളെ അടുത്ത വർഷം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വിചാരിക്കും വളരെ പോസിറ്റീവായിട്ടാ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഇനി വലിയ ദുരന്തമാണ്, എന്ത് ചെയ്യും, ഞാനിന്നിവിടെ ഇരിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ അടുത്തൊരു വർഷത്തിൽ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആ നിഗൂഢത അത് തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ബ്രോ ചോദിച്ചതുപോലെ ഇത് സ്ട്രഗിളിങ്, നമ്മളിപ്പോൾ എന്തായാലും ഇതിനകത്ത് മെനക്കെട്ട് ഇറങ്ങി, ഇപ്പോൾ ഒരു പാറ പൊട്ടിക്കണമെങ്കിൽ ഒരു 10 അടിയിൽ ഈ പാറ പൊട്ടുമെന്ന് വിചാരിച്ചു, നമ്മൾ 9 അടി അടിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉൾപ്പെടെ, ഞാൻ ഈ ചെറിയൊരു മേഖലയിലേക്ക് ഇറങ്ങിയ ശേഷം നമുക്ക് ഒരുപാട് ട്രോമ നമുക്ക് തരണം ചെയ്യേണ്ടി വന്നു. ഇതിനിടയ്ക്ക് പലപ്പോഴും ഞാൻ ഈ പരിപാടി വിട്ടിട്ട് ജോലിക്ക് കയറാം, ക്വിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഈവൻ റീസെൻ്റ്ലി ഒരു 2 മാസം മുമ്പ് വരെ ചിന്തിച്ചു. അത് ഫാമിലി, നമുക്ക് ഫിനാൻഷ്യൽ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഉറപ്പാണ് 10ാമത്തെ അടിയിൽ ഈ പാറ പൊട്ടുന്നു. അപ്പോൾ ഈ 9ാമത്തെ അടിയിലായിരിക്കും നമ്മൾ സ്വയം ക്വിറ്റാകുകയോ നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങൾ, കുടുംബം, ഇവരെല്ലാം വലിച്ചും പിടിച്ചോണ്ട് പോകും. ആക്ച്വലി ഒരൊറ്റ അടിക്ക് ആ പാറ പൊട്ടും, ഉറപ്പാണ്. ചിലപ്പോൾ നമ്മൾ പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേറെ ആരും, ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിനെ വിശ്വസിക്കാൻ വേറെ ആരുമില്ല. ഫാമിലി ഉണ്ടാകില്ല, നമ്മൾ ആരും ഉണ്ടാകില്ല. പറഞ്ഞാല് ഈ പാറ പൊട്ടുന്ന് നമുക്ക് അവസാന നിമിഷം വരെ ഉറപ്പുള്ളത് വരെ ഇനി അഥവാ നമുക്കൊരു ഡൗട്ട് തോന്നിയാണ് ഈ പാറ മേ ബി പൊട്ടാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ, നമ്മളെ ഉള്ളിൽ തോന്നുകയാണെങ്കിൽ
വേണമെങ്കിൽ കിറ്റ് ചെയ്യാൻ. അത് ചില കാരണം ഞാനത് പറയാനുള്ള കാരണം വെച്ചാൽ ഈ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മളൊരു ആശയം കണ്ടെത്തും. നമ്മൾ ഒരു ആശയം കണ്ടെത്തി ഇത് ഭയങ്കര ഒരു സംഭവമാവും, അല്ലെങ്കിൽ ഇത് ആൾക്കാർ ഏറ്റെടുക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മളങ്ങ് ഇറങ്ങും. നമ്മൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് നമ്മളിത് വാലിഡേഷനൊക്കെ ചെയ്യും. അപ്പോൾ വാലിഡേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടൈമിൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ള പ്രോബ്ലമാണ്. അതായത് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ മാത്രം തോന്നിയതാണ്. ഇത് എല്ലാവർക്കും ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഈയൊരു മേ ബി നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഈ പാറ പൊട്ടിയാൽ വലിയ കാര്യമില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് ഈ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഐഡിയ തുടങ്ങി പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ചിന്തിച്ചിട്ട് പിന്നെ പ്രൊജക്റ്റിൻ്റെ പ്ലാനിങ്ങിൽ എത്തിയിട്ട് പിന്മാറിയുണ്ട്. അപ്പം അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ സക്കർബർഗിൻ്റെ ഫസ്റ്റിലത്തെ ആശയമല്ല ഫേസ്ബുക്ക്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആശയം തുടങ്ങി ഉപേക്ഷിച്ച ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ട് ഉപേക്ഷിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് കയറി പകുതിക്ക് വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ലത് പിന്മാറലായിരിക്കില്ലേ? തീർച്ചയായിട്ടും. അത് ഈ ചില ബിസിനസ് വിദഗ്ധന്മാർ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പം നഷ്ടമുള്ളൊരു കച്ചവടം പിന്നെ കുറേ കാലം നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല, അതവിടെ സ്റ്റോപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ആക്ച്വലി. അപ്പം അത് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നിടത്താണ് ബേസിക്കലി കാര്യം ആക്ച്വലി. അല്ലെങ്കിൽ മേ ബി നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് നഷ്ടം. പിന്നെ ബ്രോ പറഞ്ഞതുപോലെ ആ കോമ്പറ്റീഷൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്റ്റ് ഇന്ന് ആളുകൾക്ക് ആവശ്യമുണ്ടോ, അതിനുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ ആശയം കെടുക്കാനാണ്, പക്ഷെ അത് മേടിക്കാൻ ആരും ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് വെച്ചോണ്ടിരുന്ന കാര്യമില്ല ആക്ച്വലി. അപ്പം അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം പറഞ്ഞത് ആക്ച്വലി. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ചിന്തയായിട്ട് നടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ 10 വർഷം കഴിയുമ്പോൾ പൊട്ടും എന്നൊരു ചിന്തയിലല്ല നമ്മൾ ഇറങ്ങുന്നത് ആക്ച്വലി. നമ്മൾ അവസാനം വരെ കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ. അതെ. പിന്നെ പലരും പറയാറുണ്ട് നമുക്കൊരു സ്ഥാപനം തുടങ്ങുന്നത് തന്നെ നന്നായിട്ട് ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരാൾ തന്നെയാണ് എൻ്റർപ്രണർ എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രോ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ എൻ്റെത് സെയിം സിറ്റുവേഷനാണ്. അതായത് ഫൗണ്ടേഴ്സ് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് മേ ബി നിങ്ങൾക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് ചോദിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന പാത്ത് ഏകദേശം സിമിലർ ആയിരിക്കും. അപ്പോൾ ഫൗണ്ടേഴ്സ് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം അത്ര ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്കും ചോദിക്കുന്ന ആൾക്കാർക്കും ഏകദേശം ഒരേ വിഷനായിരിക്കും. അപ്പോൾ ഞാൻ അനുഭവിച്ച ഏകദേശം കാര്യങ്ങൾ തന്നെയായിരിക്കും താങ്കൾ അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാനെടുത്ത എഫേർട്ട് തന്നെയായിരിക്കും നിങ്ങളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവന്ന സമയത്തൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരുപാട് വിഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു ഈക്വൽ വിഷൻ മേ ബി ഉണ്ടാവും. പക്ഷേ അതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ മുൻപ് ചോദിച്ചത്. അത് കോമൺ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ് എന്ന് പറയുമ്പോൾ കാറ്റഗറി മാറ്റുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റൂ, നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ മാത്രം ബന്ധപ്പെട്ടാണ്. ഇനി അതല്ലാതെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഏതൊരു ഫീൽഡിലോട്ട് ഇറങ്ങുകയാണെങ്കിലും നമ്മളെ കോമൺ ആയിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിലും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ പേഴ്സണൽ ലൈഫിലോട്ട് അധികം പോകുന്നില്ല. നാം പറഞ്ഞല്ലോ നമ്മളൊരു ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഏതെങ്കിലും മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിലോ ഏത് ഫീൽഡിലായിക്കോട്ടെ നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ളൊരു നോളജ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ ആ രീതിയിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു സിംഗിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. പുസ്തകം വായിക്കാറുണ്ടോ? പുസ്തകം വായന വളരെ കുറവാണ്. ഇല്ല, പുസ്തകം വായിക്കാറില്ല എന്ന് തന്നെ പറയാം. എല്ലാ തവണയും എല്ലാ ന്യൂ ഇയറിനും പുസ്തകം വായിക്കണം. പുസ്തകം വായിക്കാറില്ല. സത്യം പറയുകയാണെങ്കിൽ പുസ്തകം വായന ഇല്ല. പിന്നെ ഈ വായനയുടെ സ്വഭാവം മാറി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഓൺലൈനിലും അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ സ്പേസിലും അത്ര ഉള്ളല്ല. പിന്നെ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാറുള്ളൂ, വേറെ പുസ്തകങ്ങൾ വായിക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ. അല്ല, അത് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാനുള്ള രീതി. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് നമുക്കൊരു ആൾക്കാരെ
എന്താണ് ഒരാളെ ക്വാളിറ്റി എന്നൊക്കെ മനസ്സിലാവുമല്ലോ. അതായത് നമ്മൾ ഇന്നത് പുസ്തകങ്ങളൊക്കെ അല്ല ഭയങ്കര ആഗ്രഹമുണ്ട് പുസ്തകമൊക്കെ വായിക്കണം, പക്ഷെ എനിക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. ചില സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടിരിക്കുമ്പോഴത്തേനും പല പുസ്തകങ്ങളിപ്പം പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്, അതുപോലെ തന്നെ മറ്റേ ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഞാനൊക്കെ ചില പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് ചില ആൾക്കാരൊന്നുണ്ട്. പിന്നെ ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട, പക്ഷേ ഞാൻ ഒരു പുസ്തകം സിനിമയുമായി ബന്ധപ്പെട്ടുള്ള സിനിമയുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെ ബന്ധപ്പെട്ടുള്ള ചെറിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ തച്ചിനിരുന്ന് ഒരു ദിവസം കൊണ്ട് വാർത്ത എൻ്റെ ഇഷ്ട വിഷയങ്ങൾ, അല്ലാതെ നോവലുകളോ കഥകളോ അത്തരം പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല എന്നുള്ള സത്യം. അതായത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, നമ്മളിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവല്ലോ, അതായത് ചിലർ പരന്ന വായനക്കാരെന്നൊക്കെ പറയും. ഇല്ല, നമ്മൾ പറഞ്ഞ വായനയില്ല, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാന്നുള്ള രീതിയിൽ ചോദിച്ചാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എന്നല്ല, ജസ്റ്റ് ഒരു എന്ത് ചെയ്യാം, നമുക്ക് ഒരാളെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അയാളെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ വീഡിയോ കണ്ടന്റ് കാണുന്ന ആൾക്കാരെ മൈൻഡ് ആയിരിക്കില്ല ചിലപ്പോൾ ഈ പുസ്തകങ്ങൾക്ക് വായിക്കുന്ന ആൾക്കാർ, അതായത് ഇവരെ കുറച്ചും കൂടി തിങ്കിങ് ഡിഫറെൻറ്റ് രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ അത് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സംസാരിച്ചെന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ എലമെൻറ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതായത് മുൻപ് നമുക്ക് ഒരു ബിസിനസ് ആയിക്കോട്ടെ ജോബിലായിക്കോട്ടെ ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതായത് ഈ കാലത്ത്, അതായത് നമ്മൾ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടായിരിക്കണം, ടെക്നോളജീൻ്റെ കൂടെ എന്ത് ചെയ്യണം, സഞ്ചരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, നമുക്കൊരു മുൻപ് ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ വിജയിച്ച ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണമെന്ന് വരില്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്നത് മേ ബി ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാണ് കുറച്ചും കൂടി കൂടുതൽ അത് അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ അത് ആൾക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയേൻ്റെ ടെക്നോളജീൻ്റെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴത്തെ കാലത്ത് മാറ്റി നിർത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് ഒന്നും ചോദിക്കണമെന്നില്ല ഇതിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം ആഷിഖ് ബ്രോയുടെ ഈ പോഡ്കാസ്റ്റിൽ എൻ്റെ ഒരു അനുഭവങ്ങളും, ഇതിപ്പം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ സമാന ചിന്താഗതിയിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു സംഭാഷണം. വളരെ ഞാൻ ആ പോസ്റ്റിലാണെങ്കിലും പിന്നെ നിങ്ങൾക്ക് അയച്ച പേഴ്സണൽ മെസ്സേജ്, നിങ്ങൾക്കല്ല ഓൾറെഡി നമ്മളതിൻ്റെ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഇൻവിറ്റേഷനിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു എന്താ പറയുക, ഡിസ്കഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്കൊരു റോൾ മോഡലാകാൻ പറ്റുന്ന ആളെന്നുള്ളതല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത കുറേ എക്സ്പെരിമെൻസും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമുക്ക് സന്തോഷം നൽകിയ കുറേ കാര്യങ്ങളും നമ്മൾ ചെയ്തതിലൂടെ കിട്ടിയ കുറേ അനുഭവങ്ങളുമാണ് ചർച്ച ചെയ്തത് ആക്ച്വലി. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഫൗണ്ടേഴ്സ്, പല സ്ഥാപനങ്ങളിലെ ഫൗണ്ടർമാരിവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാനും അത് കേൾക്കുന്ന ആളുകൾക്കും അതൊരു നല്ല അനുഭവമാകാനും സാധിക്കട്ടെ. അപ്പോൾ എന്നെ ഇവിടെ ഫീച്ചർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു.